Get set chat. Get set chat. Hi, welcome to another wonderful episode of Malabar Gold and Diamonds Get Set Chat, powered by Kamalari, presented by OnMe. ഇന്നത്തെ ഗെറ്റ് സെറ്റ് ചാറ്റിൽ എത്താൻ പോകുന്ന ആളെന്ന് പറയുന്നത് എനിക്കൊരു രണ്ടുപേരിലൊന്നും പറഞ്ഞു നിർത്താൻ പറ്റുന്ന ആളൊന്നുമല്ല. ബിക്കോസ് ഹീസ് മൾട്ടി ടാലന്റഡ്. ഹീസ് എന്താ പറയാ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പറയാനുള്ളതെല്ലാം അദ്ദേഹം ഇവിടെ വന്ന് നമ്മളോട് പറയുന്നതായിരിക്കും. സോ ലെറ്റ്സ് വെൽക്കം our star of the day, Srijit Ravi. Get set chat. ഇതാരൊക്കെയാ വന്നിരിക്കുന്നത്? ആരൊക്കെയാ ഇല്ല. നടൻ, തിയേറ്റർ ആർട്ടിസ്റ്റ്, ബിസിനസ്മാൻ, ഡാൻസർ. ഓ മൈ ഗോഡ്. വിക്കിപീഡിയ നോക്കിയെന്ന് തോന്നുന്നു. ഇല്ല എനിക്കറിയായിരുന്നു. അല്ല, ഐ ഹാവ് ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ കുറച്ച് വിക്കിപീഡിയയിൽ നോക്കിയായിരുന്നു കേട്ടോ. എനിക്ക് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആൻഡ് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് ഡാൻസറിന്റെ ഭാഗമാണ്. അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് വിക്കിപീഡിയ, കാരണം വേറെ ആർക്കും അത് അറിയില്ല, വിക്കിപീഡിയക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ. അല്ല, ഞാൻ ഡാൻസർ എന്നൊക്കെ പറയാൻ പറ്റില്ല. സത്യത്തിൽ ഞാൻ കുറച്ച് ഡാൻസ് ക്ലാസ്സസിന് പോയി എന്ന് ചോദിച്ചാൽ അതും ഡാൻസ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ തിയേറ്ററിന് വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂർ കുറച്ച് നാൾ തിയേറ്ററൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ തിയേറ്ററിൽ ഒരു പെർട്ടിക്കുലർ പ്ലേ, രശ്മി എന്ന് പറഞ്ഞ എൻ്റെ ഒരു മഹേഷ് ദത്താനിയുടെ കൂടെയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ മഹേഷിൻ്റെ അസിസ്റ്റൻ്റ് രശ്മി ഡയറക്റ്റ് ചെയ്തൊരു പ്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ രശ്മിയുടെ പ്ലേയിൽ ടാങ്കിൾ കെയോസ് എന്നായിരുന്നു ആ പ്ലേയുടെ പേര്. അപ്പോൾ അതിൽ ഒരു പോയത്തിൻ്റെ തോട്ട്സിൻ്റെ ഫിസിക്കൽ മാനിഫെസ്റ്റേഷനാണ് ഞാൻ ചെയ്ത ക്യാരക്ടർ. അപ്പോൾ ഭയങ്കര വയലൻസ് ഒക്കെ അവരെഴുതിയ കവിതയിൽ വരുമ്പോൾ വളരെ വയലൻ്റ് ആയിട്ട് തന്നെ ആ തോട്ട് ഫിസിക്കലായിട്ട് നമ്മൾ കാണിക്കണം ബാക്കിൽ. അപ്പോൾ അത് മൂവ്മെൻറ്റ്സ് ആണ്, ബേസിക്കലി മൂവ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഒരു കണ്ടംപററി ഡാൻസിൻ്റെ കുറേ സ്റ്റെപ്സ് ആവശ്യമാണ്, കുറേ ഫോൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വീഴുന്നത് നടുവടിയാതെ വീഴാൻ വേണ്ടിയിട്ട് പോയി പഠിച്ചതാണ്, അതാണ് സത്യം. അപ്പോൾ നക്കുല എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ആട്ടക്കളിയിലുണ്ടായിരുന്ന ഒരു കക്ഷിയാണ്. അപ്പോൾ കളറിപ്പയറ്റൊക്കെ ചേർത്ത് ഒരു സാധനം, അങ്ങനെ കുറച്ച് ക്ലാസ്സുകൾക്ക് പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അത് ഒരു ബയോഡാറ്റ അടിക്കുമ്പോൾ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കട്ടെ സിവിയില്. അത് നല്ലൊരു കാര്യമാണ്. ശ്രീജിത്ത് ഏട്ടൻ വളരെ വിനയത്തോടു കൂടി കുറച്ച് പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മഹേഷ് ദത്താനിയുടെ ഒക്കെ പേര് പറയുമ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അത്ര കുറച്ച് പ്ലേസ് ഒന്നുമില്ല. യു ഹാവ് ഡൺ സോ മെനി തിയേറ്റർ വർക്ക്സ് അല്ലേ? കാവലം സാറിന്റെ കൂടെ ഞാൻ ബാംഗ്ലൂർ ഞാൻ ചെയ്തത് കാവലം സാറിന്റെ പ്ലേ ചെയ്തത്. അത് മലയാളത്തിൽ ഞങ്ങൾ നാടക സൗഹൃദം പറഞ്ഞു തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ നമ്മൾ നാടകം വിടാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ രവിചേട്ടൻ എന്ന് പറഞ്ഞ എൻ്റെ വലിയച്ഛൻ്റെ മകൻ ഡോക്ടറാണ്. പുള്ളിക്കാരൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്, നാടകക്കാർ കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ എൻ്റെ ഈ താല്പര്യം രവിചേട്ടൻ അറിയാവുന്നതുകൊണ്ട് ചേട്ടൻ എന്നെ നേരെ ഇവരുടെ സംഘത്തിലേക്ക് ചേർത്ത് വിട്ടു. അപ്പോൾ അവിടെ ഘോഷാഘോഷം എന്ന് പറഞ്ഞ നാടകം ചെയ്തു. അതിൻ്റെ പിന്നാലെയാണ് കാവാലത്തിൻ്റെ അഗ്നിവർണ്ണൻ്റെ കാലുകൾ കേശവൻ സംവിധാനം ചെയ്തിട്ട് ഞാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ കുറേ നാടകങ്ങൾ മലയാളത്തിൽ ചെയ്തു. ഇംഗ്ലീഷിലായിരുന്നു, മറ്റേ ബാംഗ്ലൂരിലുള്ള പ്ലേസ് മുഴുവൻ ഇംഗ്ലീഷിലായിരുന്നു. കന്നഡ എനിക്ക് അറിയാത്തതുകൊണ്ട് ഇംഗ്ലീഷ് പ്ലേസ് മാത്രം ചെയ്തിരുന്നു. ആക്ച്വലി ശ്രീജിത്ത് ഏട്ടൻ വന്ന് ഹായ് പറയുന്നതിന് മുമ്പ് വരെ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഈ സിനിമയിൽ കാണുന്നതെല്ലാം മിക്കവാറും എല്ലാം കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് ഉള്ളതാണ്. അവസാനം തുത്തുരുവിനെ കണ്ടപ്പോൾ മാത്രമാണ് എനിക്കൊരു സമാധാനമായത്. അത് പറയാൻ വരുന്നു. തുത്തുരു കണ്ടിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ മോനെ പണ്ട് സ്കൂളിൽ കൊണ്ടാക്കാറുണ്ട്. തൃശ്ശൂർ ദേവമാതാ സ്കൂളിലാണ് പഠിക്കണം. അപ്പോൾ അവൻ UKG കൊണ്ടാക്കുന്നതും 1ാം ക്ലാസ്സിൽ കൊണ്ടാക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസം, പ്രകടമായ വ്യത്യാസമുണ്ട്. പിള്ളേരുടെ നമ്മുടെ അടുത്തുള്ള റെസ്പോൺസ്. പണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ, കാരണം ഈ കുഞ്ഞു പിള്ളേരല്ലേ, അപ്പോൾ അവർക്കൊക്കെ പ്രത്യേകിച്ച് ഞാൻ ഈ ട്രൗസറൊക്കെ പുറത്ത് കാണിച്ച് മുണ്ടും മടക്കി കുത്തിയിട്ട് പട്ടിച്ചങ്ങല ഇട്ടിട്ട് നടക്കുന്ന വേഷങ്ങൾ കൂടുതലും പിള്ളേർ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പൊതുവേ ഒരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ സിനിമയിൽ വരിക ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയുള്ളൂ, അടുത്തേക്കൊന്നും വരില്ല. പക്ഷേ ഈ തുത്തുരുതു കഴിഞ്ഞോടുകൂടി 1ാം ക്ലാസ്സിൽ വന്ന് വരെ കൊണ്ടാക്കാൻ വരുമ്പോഴേക്കും പിള്ളേർ വന്നിട്ട് ബാക്കിൽ ഒന്ന് തടിച്ചിട്ട് ഹലോ തുത്തുരുതു എന്നൊക്കെ പറഞ്ഞ് അടിച്ചിട്ടൊക്കെ പോയി തുടങ്ങി. അതുപോലെ തന്നെ തൃശ്ശൂർ റൗണ്ടിൽ കൂടെ നടക്കുമ്പോൾ, പണ്ട് നമ്മൾ നടക്കുമ്പോൾ ആൾക്കാർ ഇതുപോലെ തന്നെ അത് അവനല്ലേ മറ്റേ സിനിമയിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് പോവുകയുള്ളൂ. നമ്മുടെ അടുത്ത് അങ്ങനെ ഒന്നും സംസാരിക്കാനൊന്നും നിൽക്കാറില്ല. ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞവർ കുഴപ്പക്കാരാണെന്ന് വിചാരിച്ചിട്ടാണോ എന്താ അറിയില്ല, അത് മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല. പക്ഷേ ഈ ആഫ്റ്റർ പുണ്യാളൻ, പോസ്റ്റ് പുണ്യാളൻ തേക്കിൻകാട് മൈതാനത്തിൽ നിന്നിട്ട് തന്നെ അവിടെ നിന്ന് ഹലോ തുത്തുരുത്തു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുന്ന അങ്ങനത്തെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. മോൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പം നമ്മുടെ മലയാളം സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഭീകരന്മാരായ വില്ലന്മാരിൽ ഒരാളുടെ മോനാണ്
TG രവി സാറിൻ്റെ മോനാണ്. അപ്പോൾ ഈ കൊച്ചുനാളിൽ ഇതുപോലെ പിള്ളേരെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കായിരുന്നു, എന്നോട് വഴക്കുണ്ടാക്കരുത്, ഞാൻ അച്ഛനോട് പറയും, അങ്ങനെ എനിക്കങ്ങനെ ആവശ്യമില്ല. അത്യാവശ്യം വില്ലത്തരം നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ അച്ഛനെ വിളിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെന്താ വെച്ചാൽ അച്ഛൻ ഭയങ്കര സാധുവാണെന്ന് എന്നെ നല്ലോണം അറിയുന്ന ആൾക്കാർ മുഴുവൻ അറിയാം. ഞാനാണ് കൂട്ടത്തിൽ വില്ലത്തരം കൂടുതൽ ശരിക്കാനുള്ളതെന്ന് എന്നെ പരിചയമുള്ളവർക്ക് മുഴുവൻ അറിയാം. അത് തന്നെ അച്ഛൻ്റെ പേര് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് കാര്യമില്ല. അച്ഛൻ വളരെ നല്ലൊരു മനുഷ്യനാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു ഏരിയ. പിന്നെ അച്ഛൻ്റെ പേര് പറഞ്ഞ് വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അത് അതായത് അച്ഛൻ ചെയ്ത വേഷങ്ങളെ പറ്റിയിട്ട് പരാമർശങ്ങൾ സംഭവിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. കാരണം അച്ഛൻ പണ്ടൊക്കെ ഞങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ അച്ഛൻ്റെ ഫസ്റ്റ് ഫ്രെയിം എൻട്രി വരുമ്പോൾ തന്നെ ബാക്കിൽ നിന്ന് ഒരു 4-5 ആൾക്കാർ ദേ വന്നു ദുഷ്ടൻ എന്തെങ്കിലും ഉറപ്പായിട്ട് കേൾക്കാം. അത് കേൾക്കാത്തൊരു സിനിമ പോലും എൻ്റെ ചെറുപ്പത്തിൽ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പാലക്കാട് വിക്ടോറിയ കോളേജിൽ Under 13 ക്രിക്കറ്റ് കളിക്കാൻ പോയി. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് കളിക്കാൻ പോയപ്പോൾ എറണാകുളമായിട്ടുള്ള കളിയിലാണ് തോന്നുന്നു. ഞാൻ മറ്റേ ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ പുറകിൽ നിന്ന് അവരുടെ ബെഞ്ചിലുള്ള പിള്ളേരാരോ അച്ഛൻ്റെ ഈ വേഷങ്ങളെ പറ്റിയിട്ട് ഒരു കമൻറ്റ് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ സ്പെയർ സ്റ്റമ്പൊക്കെ എടുത്തിട്ട് അവനെ അടിക്കുകയൊക്കെ ചെയ്തിട്ട് അന്ന് അടിച്ചു. തർക്കമില്ലാത്ത അടി. അതാണ് ഞാൻ അങ്ങനെ. നമ്മൾ പേടിക്കണം, ചെറുതായിട്ടൊന്ന് പേടിക്കണം. പക്ഷെ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നവർക്കൊന്നും അങ്ങനെ രീതിയിലുള്ള കമന്റ് ഇന്നവർ ഒരാളും പറഞ്ഞിട്ടില്ല. അവരൊക്കെ എന്താ വെച്ചാൽ അവർ എൻ്റെ അച്ഛനെ കണ്ടിരിക്കുന്നത് ശ്രീജിത്തിൻ്റെ അച്ഛൻ എന്നുള്ളതായിരിക്കും മാത്രമാണ്. അല്ലാതെ സിനിമയിലത്തെ ക്യാരക്ടേഴ്സിനെ വെച്ച് എൻ്റെ അച്ഛൻ ഒരിക്കലും അവരാരും ജഡ്ജ് ചെയ്തിട്ടില്ല. അത്രയും അടുപ്പമായിരുന്നു അച്ഛനും എൻ്റെ കൂട്ടുകാരും തമ്മിൽ. ഇപ്പൊ ആക്ച്വലി നമുക്കും രവി സാറിനോടുള്ള ആ ഒരു പേടി അങ്ങ് മാറി. ഇപ്പോഴത്തെ കഥാപാത്രങ്ങൾ 22 ഫീമെയിലൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളൊന്ന് മര്യാദക്കാരനാണ്. അതെ, അയ്യോ നല്ലൊരു അച്ഛൻ, അങ്ങനത്തെ ഇതിലേ വന്നിട്ടുള്ളൂ. അച്ഛൻ്റെ ചെറുപ്പകാലം അഭിനയിക്കുക, അച്ഛന് വേണ്ടി ഡബ് ചെയ്യുക, അച്ഛനും മോനും കൂടെ ഒരുമിച്ച് അഭിനയിക്കുക, അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകൾക്കൊന്നും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അത്. അച്ഛന്മാരും മക്കളും ഒരുമിച്ച് ഒരേ സമയത്ത് സിനിമയിൽ ഉണ്ടാവുന്ന ആർട്ടിസ്റ്റുകൾ വളരെ ചുരുക്കമാണ് ഇപ്പൊ ആക്ച്വലി. അപ്പൊ അതുകൊണ്ട് അങ്ങനൊരു ഭാഗ്യം എനിക്ക് കിട്ടി. പിന്നെ ശബ്ദം മൈക്കിലൂടെ വളരെ സിമിലർ ആണ്. പ്രത്യേകിച്ച് ഡബിംഗ് സ്റ്റുഡിയോ കുറച്ച് മോഡുലേറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ പ്രാഞ്ചിയേട്ടൻ എൻ്റെ സെയിൻറ്റിലാണ് അച്ഛന് വേണ്ടിയിട്ട് മുഴുവൻ ഞാൻ ഡബ് ചെയ്തിട്ടുള്ളത്. കാരണം കുറെ ആൾക്കാർക്ക് അറിയില്ല എപ്പോഴും. ആൾക്കാരുടെയൊക്കെ വിചാരം അച്ഛൻ തന്നെ ശബ്ദം കൊടുത്തിരിക്കുന്നതെന്നാണ്. അത് ആ സിനിമ മുഴുവൻ ഞാനാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അച്ഛൻ്റെ വോയിസ് ഉതുപ്പേട്ടൻ എന്നുള്ള ക്യാരക്ടർ മുഴുവൻ ഞാനാണ് ചെയ്തിരിക്കുന്നത്. അതിൽ പറയുന്നത് എന്താണ് എനിക്ക് ആ ഡയലോഗ് കൃത്യമായിട്ടൊന്നും ഓർമ്മയില്ല. ഉതുപ്പേട്ടൻ്റെ ജീവിതം ഇങ്ങനെ എരന്തരുന്ന തീരട്ട പാഞ്ചേ, ഇത് മടുക്കുമ്പോൾ ഞാനൊരു ഫുൾ സ്റ്റോപ്പ് ഇടും, എരക്കലിനല്ല ഉതുപ്പേട്ടൻ്റെ ലൈഫിന്. ശരിക്കും നമ്മൾ കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ രവി സാർ പറയുകയാണെന്ന് നമുക്ക് തോന്നത്തുള്ളൂ. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിട്ടുണ്ട്. കാരണം ആൾക്കാർക്ക് ഇതേവരെ ഞാൻ പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് തന്നെ മനസ്സിലായിട്ടുള്ളൂ. അത് ഡബ് ചെയ്തു എന്ന് ഞാൻ എൻ്റെ സുഹൃത്ത് മാർത്താണ്ഡൻ്റെ അടുത്ത് പറഞ്ഞു. അത് അച്ഛനൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന അന്ന് ഡബ് ചെയ്ത് അച്ഛൻ ആ സമയത്ത് ആഫ്രിക്കയിലായി പോയി. അച്ഛൻ ചേട്ടൻ്റെ അടുത്താണ്. ഇപ്പോൾ കൂടുതലും ആഫ്രിക്കയിലാണ്. വല്ലപ്പോഴും വന്ന് സിനിമ ചെയ്തിട്ട് പോകുന്നതാണ്. ചേട്ടൻ അവിടെയാണ്, ബോട്സ്വാനയിലാണ്. അപ്പോൾ ഇത് സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഡബ്ബിങ് തുടങ്ങുന്നതിന് മുമ്പ് അച്ഛൻ അങ്ങോട്ട് പോകേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് വേറൊരാളെ അച്ഛനെ തിരിച്ച് വിളിച്ചു കൊണ്ടുവരുന്നേക്കാൾ എളുപ്പം എന്നെ കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാവാന്ന് രഞ്ജിത്തേട്ടൻ വിചാരിച്ചു. അങ്ങനെ ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു. ചെയ്ത് കഴിഞ്ഞപ്പോൾ തോന്നി കുഴപ്പമില്ലാന്ന് തോന്നി. എന്നാൽ അങ്ങനെ പോട്ടെ വിചാരിച്ചു. അപ്പോൾ എൻ്റെ സുഹൃത്ത് മാർത്താണ്ഡൻ്റെ അടുത്ത് ഞാൻ ബെസ്റ്റ് ആക്ടർ ചെയ്യുന്ന സമയത്ത് മാർത്താണ്ഡൻ്റെ അടുത്ത് പറഞ്ഞു. മാർത്താണ്ഡൻ പറഞ്ഞു, ഒരിക്കലും ശരിയാവില്ല, രവിചേട്ടൻ്റെ ഒരു രീതിയിൽ മോഡുലേഷൻ എന്തായാലും ശ്രീജിത്തിന് കിട്ടില്ല. ഞാൻ പറഞ്ഞു, എന്തായാലും പൈലറ്റുള്ള എൻ്റെ ഒരു ധൈര്യത്തിലാണ് ഞാൻ ചെയ്തേക്കണേ. പടം കണ്ടു കഴിയുമ്പോൾ മാർത്താണ്ഡൻ എന്നെ വിളിച്ച് പറഞ്ഞു, ശ്രീജിത്തെ ഞാൻ തിരിച്ചെടുത്തു പറഞ്ഞത് എന്നെ തിരിച്ചു വിളിച്ചൊരു അനുഭവം. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അത് ശരിയാവില്ല എന്ന് പറഞ്ഞ ഒരാൾ തന്നെ മാറ്റിയിട്ട് എന്നോടത് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം പിന്നെ അമലിൻ്റെ പടത്തിൽ യോബിൻ്റെ പുസ്തകത്തിൽ ഈ നറേഷൻ കുറച്ച് എന്നോട്, കാരണം അച്ഛൻ ഇതുപോലെ തന്നെ പോവാൻ നിൽക്കുന്ന സമയത്താണ് അതിന് ഷൂട്ട് കഴിയുന്നതും. പിന്നെ നറേഷൻ ആയതുകൊണ്ട് ഫുൾ എഡിറ്റ് കഴിഞ്ഞിട്ട് കറക്റ്റ് ആയിട്ടുള്ള വിഷ്വൽസ് അനുസരിച്ച് നറേഷൻ പെർഫെക്റ്റ് ആയിട്ട് ശ്യാമിന് എഴുതാൻ പറ്റില്ല. അപ്പോൾ ശ്യാമിന് അതിൻ്റെ ഇടയിൽ ചെറിയൊരു അപകടം പറ്റി. അല്ലല്ല, ഞാനല്ല പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറഞ്ഞു. അപ്പോൾ അപ്പോൾ അഥവാ ലേറ്റ് ആവുകയാണെങ്കിൽ ശ്രീജിത്തിന് ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് അവന് അറിയാവുന്നുണ്ട്. ശ്രീജിത്തിന് ചെയ്തുകൂടെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവല്ല അത് റിസ്ക് ആവും. കാരണം വേറെ ഒന്നുമല്ല, ഈ മോഡുലേഷൻ എന്ന് പറഞ്ഞ സാധനം എൻ്റെ ശബ്ദത്തിന് ചെറിയ ചായ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മോഡുലേഷൻ ഒരു രീതിയിലും അച്ഛൻ്റെ മോഡുലേഷൻ എനിക്ക് പിടിക്കാൻ പറ്റില്ല. ആ ഒരു പവറും ആ ഒരു എന്താ പറയുക, ആ പേസ് ഉണ്ടല്ലോ, അതിൻ്റെ സ്പീഡ് ഓഫ് ആ ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്നൊരു സ്പീഡ് ഉണ്ടല്ലോ, അതെന്തായാലും എനിക്ക് അത് കറക്റ്റായിട്ട് എമുലേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം മറ്റേതെന്താ വെച്ചാൽ അച്ഛൻ പറഞ്ഞതിൻ്റെ പൈലറ്റ് അവിടെ കിടക്കുന്നുണ്ട്. ഇത് നറേഷൻ ആയതുകൊണ്ട് പൈലറ്റ് ഇല്ല. വിഷ്വൽ വരുമ്പോൾ നമ്മൾ പോയി പറയേ വേണ്ട. അപ്പം അത്
അച്ഛൻ പറഞ്ഞതിന് ശേഷമാണെങ്കിൽ ചെറിയ കറക്ഷൻസ് ഒക്കെ എനിക്ക് ചെയ്യാം. പക്ഷേ ഫുള്ള് ഞാൻ പറഞ്ഞാൽ എന്തായാലും അച്ഛൻ പറഞ്ഞ മാതിരി ആവില്ല. എന്നിട്ട് അങ്ങനെ രാത്രി വന്നിട്ടൊക്കെയാണ് അച്ഛൻ അന്ന് പോണതിൻ്റെ തലേ ദിവസം രാത്രി എന്നിട്ട് പുലർച്ചെ 2 മണി വരെ മറ്റോ നിന്നിട്ടാണ് അത് ഡബ് ചെയ്ത് അവസാനിപ്പിച്ച് പോയി. ആക്ച്വലി യൂബിന്റെ പുസ്തകത്തിനകത്ത് നിങ്ങളെ രണ്ടുപേരും കൂടെ അങ്ങനെ ചെറുപ്പകാലമായിട്ടും ആ വയസ്സുകാലമായിട്ടും കാണുന്നത് ശരിക്കും ഒരു കൗതുകമായിരുന്നു കേട്ടോ. ഞാനൊക്കെ ഇങ്ങനെ ഷോന്റെ ദേവി എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഭാഗ്യമായിരുന്നു. കാരണം അച്ഛൻ്റെ സീൻ എടുക്കുമ്പോൾ അവിടെ ഉണ്ടാവാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ ഞാനും വൈഫും മോനൊക്കെ കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം അച്ഛൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത്. അപ്പോൾ അച്ഛൻ്റെ ചില ആ സിനിമയിൽ ഉപയോഗിച്ച ചില മാനറിസംസ്, അച്ഛൻ്റെ ചില ചിരികൾ, കൈ വെച്ചിരിക്കുന്ന പൊസിഷനൊക്കെ, അതൊക്കെ അച്ഛൻ്റെ സീൻ കഴിഞ്ഞിട്ടാണ് എൻ്റെ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ലോങ് ഷോട്ട് അതിന് മുമ്പേ എടുത്തിരുന്നു. പിന്നെ ബാക്കി എടുക്കുന്നത് അച്ഛൻ്റെ സീൻ കണ്ടതിന് ശേഷമാണ്. അപ്പോൾ പിന്നെയുള്ള സീൻസിൽ അതിൻ്റെ ചെറിയ എലിമെന്റ് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ അത് ആൾക്കാർക്ക് കുറച്ച് കണക്ട് ചെയ്തെന്ന് തോന്നുന്നു. ഈ ഒരു ടോപ്പിക്ക് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പോൾ അച്ഛൻ സിനിമയിലായിരുന്ന സമയത്ത്, അതായത് പണ്ട് കാലത്ത്, ആ സമയത്ത് സിനിമയിലെ കുറേ എക്സ്പീരിയൻസസ് ശ്രീജിത്ത് ഏട്ടന് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പം അച്ഛനെ കാണാൻ വരുന്ന കുറേ ആൾക്കാർ, ഈ സിനിമയിലെ ആൾക്കാർ, അല്ലെങ്കിൽ ഡിസ്കഷൻസ്, ചില ഇൻട്രസ്റ്റിംഗ് സംഭാഷണങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ സിനിമാ ജീവിതം ഒരിക്കലും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല. അച്ഛൻ്റെ കാരണം ഒന്നാമത് സിനിമ അന്ന് നടക്കുന്നത് മുഴുവൻ മദ്രാസിലാണ്. അച്ഛൻ മദ്രാസിലാണ് താമസിച്ചിരുന്നത്. അച്ഛൻ അവിടെ ഒരു വീടുണ്ടായിരുന്നു. ഞങ്ങളുടെ വെക്കേഷൻ അങ്ങോട്ട് പോവുക, അച്ഛൻ ഇങ്ങോട്ട് വരാൻ. അച്ഛൻ ഒരു സമയത്ത് തന്നെ 2-3 സിനിമകളിലൊക്കെ അഭിനയിച്ചിരുന്ന തിരക്കുള്ള സമയത്താണ് എൻ്റെ സ്കൂൾ കാലഘട്ടമൊക്കെ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അച്ഛൻ വീട്ടിലേക്ക് വരുന്നതൊക്കെ ഭയങ്കര ഇവൻ്റായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചു. അച്ഛൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞാൻ അത്യാവശ്യം ചിത്രം വരെയൊക്കെ താല്പര്യമുള്ള ആളായതുകൊണ്ട് പെയിൻറ്റിങ്ങിനെ പറ്റിയുള്ള പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു അച്ഛൻ അങ്ങനെയായിരുന്നു. വീട്ടിലേക്ക് വരുന്നത് അങ്ങനെയായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. അത് കാരണം ഈ സ്റ്റോറി ഡിസ്കഷൻസ് ഒന്നും ഒരിക്കലും ഞാൻ ഈ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ശ്രദ്ധിച്ചിട്ടുമില്ല, കേട്ടതായിട്ടൊരു ഓർമ്മയില്ല. അന്ന് സിനിമയിലെ സംഭവങ്ങളൊന്നും അച്ഛൻ വന്ന് പറഞ്ഞ് കഥകളായിട്ടൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഇതുണ്ടായെന്നൊക്കെ അതിലെ രസം തോന്നുന്ന കുറെ സംഭവങ്ങളൊക്കെ പറയാറുണ്ടെന്നല്ലാതെ ഈ സിനിമ നമ്മൾ പിന്നീട് സിനിമയിൽ എത്തുന്നൊന്നും അന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി നമ്മളന്ന് ചെറുതുമാണ്. ആ രീതിയിലൊന്നും അതിനെ കണ്ടിട്ടില്ല. സാധാരണ കഥകൾ കേൾക്കുന്ന രസത്തിൽ അത് കേട്ടുപോയെന്ന് മാത്രം. അന്ന് കേട്ടതും ഇന്നിപ്പോ കാണുന്നതുമായിട്ടുള്ള സിനിമ തമ്മിൽ ഒരു ഡിഫറൻസ് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയൊരു ഭയങ്കര വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു വ്യത്യാസം. ഒരു പക്ഷെ അത് വീണ്ടും തിരിച്ചു വന്നത് ചിലപ്പോൾ എൻ്റെ പ്രശ്നമായിരിക്കും. ഇത് എനിക്ക് തോന്നുന്ന ഒരു വ്യത്യാസമായിരിക്കും. കാരണം ഞാനൊരു വ്യക്തി. പക്ഷെ ഞാനിപ്പോൾ ഈ അടുത്ത് മാളച്ചേട്ടനും അച്ഛനും കൂടിയിട്ടാണ് പുണ്യാളൻ നഗരപ്രത്യേകിച്ച് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത്, ഞാനും മാളച്ചേട്ടനും കൂടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് അച്ഛൻ വന്നപ്പോൾ മാളച്ചേട്ടൻ റിയാക്ട് ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് എന്തുകൊണ്ടാണ് ആരും അങ്ങനെ ഇന്നത്തെ തലമുറയിൽ അങ്ങനെ ഒരു സുഹൃത്ബന്ധം ഉണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് അവർ തമ്മിലുള്ളൊരു അടുപ്പം നമുക്ക് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് വരെ മനസ്സിലാവും. കാരണം അവർ ഒരുമിച്ച് നാടകങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സുഹൃത്ബന്ധം ഇന്ന് സിനിമയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള സുഹൃത്ബന്ധങ്ങൾ വളരെ ചുരുക്കമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് വളരെ കുറവാണ് കമ്പയർഡ് ടു എൻ്റെ അച്ഛൻ്റെ സുഹൃത്ബന്ധങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ. എനിക്ക് സുഹൃത്തുക്കൾ ഇല്ല എന്ന് തന്നെ പറയാം. സിനിമയിലൊന്നുമല്ല, പൊതുവെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ കോൺടാക്ട്സും സുഹൃത്ബന്ധങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടുത്തൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ സുഹൃത്തുക്കളായിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും എന്താ പറയാ, നമ്മളൊരിക്കലും ചതിക്കില്ല എന്നൊക്കെ തോന്നുന്ന ആൾക്കാരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല, അങ്ങനെ ആരും ഉദ്ദേശിച്ചിട്ടോ ആരെ പറയാനോ അല്ല. അതിന് മാത്രമുള്ള അടുപ്പം ക്രിയേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല, ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എന്നെ പറ്റി ഒരു പക്ഷേ ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവില്ല. അല്ല, ഞാൻ ബേസിക്കലി ഐ എം ഫ്രണ്ട്ലി വിത്ത് എവരിബഡി. ഞാൻ വളരെ ഫ്രണ്ട്ലി ആണ് എല്ലാവരുമായിട്ടും. ഇപ്പോൾ ചെമ്പൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, സൈജു എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, മമത എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അങ്ങനെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നമ്മൾ വർഷങ്ങൾ പഴകിയ ഫ്രണ്ട്ഷിപ്പും ഇത് കുറച്ച് നാളുകൾ മാത്രം പഴകിയ ഫ്രണ്ട്ഷിപ്പും തമ്മിൽ ചെറിയ വ്യത്യാസം കാണുമല്ലോ. അത് മറ്റേലേക്ക് എത്താൻ ഞാൻ പ്രത്യേകിച്ച് രാവിലെ വീട്ടിൽ നിന്ന് പോയി ഷൂട്ട് ചെയ്ത് വൈകുന്നേരം വീട്ടിലേക്ക് തന്നെ പോകാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഘത്തിലേക്കൊന്നും ഞാൻ ഇതേവരെ എത്തിയിട്ടില്ല, എത്താൻ ശ്രമിച്ചിട്ടില്ല. വിഷമിക്കരുത്,
ഞാനുണ്ട്. എന്നെ ഒരു ഫ്രണ്ടായിട്ട് അങ്ങ് കണക്കാക്കിക്കോളൂ. ആയിക്കോട്ടെ, സന്തോഷം. ഞാൻ ഇന്ന് മുതൽ ശ്രീജിത്തേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഓക്കെ, ഇരിക്കട്ടെ. ഇത് ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇപ്പം ശ്രീജിത്തേട്ടൻ്റെ അച്ഛനിൽ നിന്ന് നമ്മളിങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഗെറ്റ് സെറ്റ് ചാറ്റിലോട്ട് ഞാനൊരു ഫോമൽ വെൽക്കം പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ലായിരുന്നു. എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്നൊരു ഐഡിയ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ ഈ പരിപാടി എന്താണെന്ന് പറയാം. ഈ പരിപാടി എന്ന് പറയുന്നത് ഒരു നോർമൽ ഇൻ്റർവ്യൂ ആണോ എന്ന് ചോദിച്ചാൽ ഇതൊരു നോർമൽ ഇൻ്റർവ്യൂ അല്ല. കാരണം ഏറ്റവും അവസാനം നമ്മൾ ശ്രീജിത്തേട്ടൻ്റെ പെർഫോമൻസിന് ഒരു മാർക്ക് ഇടുന്നതായിരിക്കും. ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റമാണ്. അപ്പോൾ അത് നേരത്തെ പറയണമായിരുന്നു. അതിനനുസരിച്ച് വേണം ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ ഞാൻ അപ്പോൾ ചിലപ്പോൾ മാറ്റി പറയേണ്ടി വന്നാലോ? ഇല്ല, കുഴപ്പമില്ല. അതിന് സ്പെഷ്യൽ സെഗ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പല പല പ്രശ്നങ്ങളും ഹേർഡിൽസും ഒക്കെ തരണം ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് കുതിക്കാൻ. റെഡിയല്ലേ? റെഡിയാണ്, എനിക്കതൊന്നും പ്രശ്നമില്ല. മത്സരം നമുക്കൊരു പുത്തരിയല്ല. മത്സരം ഒരു ഉത്തരയല്ല, അത് ഞങ്ങൾ പലരും പറഞ്ഞു കേട്ടിരുന്നു. സോ വെൽക്കം ടു ഗെറ്റ് സെറ്റ് ചാറ്റ്. ആൻഡ് ഇവിടെ ചോദ്യം ചോദിക്കുന്നത് ഞാൻ മാത്രമായിരിക്കത്തില്ല കേട്ടോ. വേറെ പലരും ഇവിടെ ഇങ്ങനെ ശ്രീജിത്തേട്ടനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ റെഡി ആയിട്ടിരിപ്പുണ്ട്. സോ ബി കെയർഫുൾ. അപ്പോൾ എൻ്റേതല്ലാത്ത ആദ്യത്തെ ചോദ്യം ശ്രീജിത്തേട്ടന് വേണ്ടിയിട്ട് റെഡി ആക്കിക്കൊണ്ട് ഇവിടെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ഗോ ടു ദാറ്റ്. ഓക്കെ, ഫൈൻ. ഹായ് ശ്രീജിത്ത്. എനിക്ക് ശ്രീജിത്തിനെ പരിചയമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് ഐ നോ ഹിം. ഹിസ് ബീൻ എ വെരി ഗുഡ് ഫ്രണ്ട്. എൻ്റെ സിസ്റ്ററിൻ്റെ സൂപ്പർ സീനിയർ ആയിരുന്നു. അപ്പോൾ തൊട്ടുള്ള പരിചയമാണ്. പ്ലസ് ഫാമിലിക്ക് എല്ലാവർക്കും അറിയാം. സോ ഹിസ് ബീൻ എ ഗ്രേറ്റ് ഫ്രണ്ട് ഓഫ് മൈൻ ആൻഡ് ഐ എം വെരി ഹാപ്പി ടു നോ എ ഗുഡ് ആർട്ടിസ്റ്റ്. ശ്രീജിത്ത്, ഐ ഹാവ് വൺ ക്വസ്റ്റ്യൻ ഫോർ യു. Maramkothi എന്നുള്ള മൂവി where you've played the title character, your most important movie, one of the most important movie എന്നെ കാസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ, that is when I was a newcomer for such a lead character, did you actually get worried? Okay fine, ഇവള് വന്നാൽ സിനിമ ഫോളോ ആവോ? Or did you believe that I may compliment you? I would like to hear a genuine answer from you. പൂജിത ചോദിച്ചിരിക്കുന്നത് ജെന്യുവൻ ആൻസറാണ്. അതെ, യു ഹാവ് ടു ബി. ഇറ്റ്സ് ഓക്കെ. പൂജിതയ്ക്ക് അതൊക്കെ സഹിക്കാനുള്ള ശേഷിയുണ്ട്. ദാറ്റ്സ് വൈ ഷീ ആസ്ക്ഡ് എ ജെന്യുവൻ ആൻസർ. സോ ബി വെരി ഓണസ്റ്റ്, ബ്രൂട്ടൽ. എനിക്ക് സത്യത്തിൽ കാരണം ആദ്യം ആ സിനിമയിൽ കാസ്റ്റ് ചെയ്തത് വേറെ കുട്ടിയായിരുന്നു. അപ്പോൾ ഐ ഡിഡ്ന്റ് നോ പൂജിതയാണെന്ന്. ഞാൻ അന്ന് ഓൺ ലൊക്കേഷനാണ് ശരിക്കും അറിയുന്നത്. ഇങ്ങനെ മറ്റേ കുട്ടിയല്ല, ഈ കുട്ടിയാണ്. കുട്ടിക്ക് എന്തോ വേറെ പ്രോബ്ലംസ് വന്നു, അതുകൊണ്ട് പൂജിതയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പൂജിത എനിക്ക് നേരത്തെ അറിയാം. ഞങ്ങൾ ഒരുമിച്ച് ജെം ലൈറ്റ്സ് പറഞ്ഞ എൻ്റെ അങ്കിളിൻ്റെ ഒരു കമ്പനിയുണ്ട്, മറ്റേ ലൈറ്റ്സിൻ്റെ ഒരു ഷോറൂം ഇവിടെ കളമശ്ശേരിയിലുണ്ട്, തൃശ്ശൂരുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ മോഡലായിട്ട് പൂജിത ഉണ്ടായിരുന്ന സമയത്ത് ഞാനും ഫാമിലി മോഡൽസായിട്ട് ഞാനും എൻ്റെ ഭാര്യ സജിതയും എൻ്റെ ചേട്ടനും, അന്ന് പിന്നെ എനിക്ക് മക്കളായിട്ടില്ല, എനിക്കിപ്പോൾ 2 പേരാണ്, അന്ന് ആരും ആയിട്ടില്ല. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മോൻ വിളിത്ത്, അപ്പോൾ ഞങ്ങളാണ് ഫാമിലി ആയിട്ട് പോയത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് അറിയാം. അത് കഴിഞ്ഞിട്ട് പിന്നെയും വി ആർ ഇൻ ഗുഡ് ടച്ച്, വി ആർ ഗുഡ് ഫ്രണ്ട്സ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവളാണെന്ന് പറഞ്ഞപ്പോൾ ഇവളുടെ ഇതുവരെ കണ്ടിരിക്കുന്ന വേഷങ്ങളൊക്കെ ആസ് എ പേഴ്സൺ ഓൾസോ ഇപ്പോൾ സംസാരിക്കുന്നത് കേട്ടില്ലേ, ഒരു മലയാളമാണോ ഇംഗ്ലീഷാണോ എന്ന് അറിയാത്ത രീതിയിലാണ് കൂടുതലും സംസാരിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. ഭയങ്കര മരംകൊത്തി എന്ന് പറഞ്ഞ സിനിമ എന്ന് പറയുന്നത് ഒരു കാട്ടിൽ ഒരു ട്രൈബൽസിനെ ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു ട്രൈബൽ ക്യാരക്ടറാണ്. എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ട്രൈബലാണ്, മരത്തിൻ്റെ മുകളിലൊക്കെ താമസിക്കുന്ന അങ്ങനത്തെ ക്യാരക്ടർ. അയാൾ ഇഷ്ടപ്പെടുന്ന ഒരു തമ്പുരാട്ടിക്കുട്ടിയാണ് ഈ ഹീറോയിൻ ക്യാരക്ടർ. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇവളെ കൊണ്ട് പറ്റുമോ എന്നുള്ള സത്യത്തിൽ എനിക്ക് ഭയങ്കര ഭയമുണ്ടായിരുന്നു. കാരണം ആസ് എ പേഴ്സൺ ഷീസ് അങ്ങനെ മലയാളം തന്നെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ചിട്ടേ സംസാരിക്കുള്ളൂ. അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇത്രയും പക്ക ഒരു തമ്പുരാട്ടിക്കുട്ടി, ഒരു ഇല്ലത്തുള്ളൊരു തമ്പുരാട്ടിക്കുട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് ഭയങ്കര സംശയമുണ്ടായിരുന്നു. പക്ഷേ ഐ വാസ് റിയലി സർപ്രൈസ്ഡ്. ഞാനുള്ള കാര്യം പറയാണ്, ഷീ പ്ലേ ആ റോളിന് കറക്റ്റായിട്ടുള്ള ജസ്റ്റിസ് കൊടുത്തിട്ടുണ്ട്. വിത്ത് ഗുഡ് സപ്പോർട്ട്, ആംപിൾ സപ്പോർട്ട് ഫ്രം എവ്രിബഡി ഇൻ ദ ക്രൂ, ഇൻക്ലൂഡിങ് ക്യാമറാമാൻ ബേബി മാഷ്, ഡയറക്ടർ ബേബി മാഷ്, എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയിട്ട് അവിടെ എനിക്ക് തോന്നുന്നത് പൂജിത ഡിഡ് എ വെരി ഗുഡ് ജോബ്. സാധാരണഗതിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ, അങ്ങനത്തെ ഒരാൾ ചെയ്ത് എൻ്റെ സംശയങ്ങളൊക്കെ ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഐ വാസ് ഓക്കെ. ഞാൻ വിചാരിച്ച മാതിരി കുഴപ്പമില്ല, ഇത് നന്നാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ ഓവർ എ പീരിയഡ് ഓഫ് ടൈം കുറച്ച് ഇമോഷണലുള്ള സീൻസൊക്കെ വന്നപ്പോൾ ഷീ ഡിഡ് പ്രിറ്റി വെൽ. I think that is a genuine answer. That is actually a very nice answer. Usually diplomatic അല്ലല്ലോ. അല്ല. Usually ഇവിടെ വരുന്ന ആൾക്കാർ no
നോ, ഐ വാസ് വെരി ഹാപ്പി ടു നോ. ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല എന്നൊക്കെ പറയും. പക്ഷേ ഐ റിയലി ലൈക്ക് യുവർ ആൻസർ. ആൻഡ് പൂജിത, യു ഗോട്ട് യുവർ ആൻസർ. ബാക്കി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഡയറക്ടർ ശ്രീജിത്ത് ഏട്ടനെ വിളിച്ചങ്ങ് പറഞ്ഞാൽ മതി. അതിന് ചിലപ്പോൾ ഷി മൈറ്റ് ഹാവ് അനദർ ആൻസർ ഓർ ക്വസ്റ്റ്യൻ ഫോർ യു. ഓക്കെ, സോ ബാക്ക് ടു മൈ ക്വസ്റ്റ്യൻ. ബൈ ദ വേ, ഞാനൊരു സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് പറയട്ടെ. എന്തിനാണോ? ഇന്നല്ല, ഇതിപ്പോ 2015 ആയി. ശ്രീജിത്തേട്ടൻ സിനിമയിലേക്ക് കടന്നിട്ട് കാൽ കുത്തി വെച്ചിട്ട് 10 വർഷം തികയതു. അത് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഇവിടെയാണ് ആയിട്ട്. എനിക്ക് തോന്നുന്നു ആ ടൈം ഒരു നവംബർ സംതിങ് ആണ്. പക്ഷെ ഉടനെ തന്നെ എത്തും. 2005 മയൂഖം റിലീസ് ആവുന്നത്. ശരിയാണ്. അപ്പോൾ ശരിക്കും 10 വർഷമായി. അങ്ങനെ ഞാൻ അങ്ങനെ വർഷക്കണക്കോ അല്ലെങ്കിൽ സിനിമയുടെ എണ്ണത്തിൻ്റെ കണക്കോ ഒരു കാലത്ത് ഞാൻ സിനിമയുടെ എണ്ണക്കണക്ക് സൂക്ഷിച്ചു തുടങ്ങിയ ആളാണ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ സീൻ 3/4 സീനുകളൊക്കെ കുറേ എണ്ണം വരുന്നു. ആ സിനിമയായിട്ട് കൗണ്ട് ചെയ്യണോ വേണ്ടോ എന്ന് എനിക്ക് തന്നെ സംശയമുള്ള ചില സിനിമകൾ ഞാൻ ചെയ്തു. പിന്നെ അത് എൻ്റെ ഒരു ഗ്രോയിങ് അപ്പ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. അത് സിനിമയായിട്ട് തന്നെ ഞാനും കണക്കാക്കിയിട്ടുള്ളൂ. അതിൻ്റെ സംവിധായകർ തീർച്ചയായും അതിന് 100% എന്നെ കാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അതിൽ എന്തെങ്കിലും രീതിയിൽ ഞാൻ സപ്പോർട്ടാവുമെന്ന് വിചാരിച്ചിട്ട് തന്നെയായിരിക്കും കാസ്റ്റ് ചെയ്യേണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ചില വേഷങ്ങൾ അങ്ങനെ എനിക്കത് സിനിമയായിട്ട് കൗണ്ട് ചെയ്യണോ വേണ്ടോ ഡൗട്ട് തോന്നിയതോടുകൂടി ഞാൻ ആ എണ്ണൽ വേണ്ടെന്ന് വെച്ചു. എണ്ണുന്നില്ല. അപ്പോൾ വർഷം കുഴപ്പമില്ല കഴിഞ്ഞ. പിന്നെ പക്ഷേ ശരിക്കും സിനിമയിൽ സജീവമായിട്ട് എന്നൊക്കെ പറയാവുന്ന സിനിമ തന്നെയാണ് എൻ്റെ ഉപജീവന മാർഗം എന്നൊക്കെ തോന്നാവുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത് ഒരു 3 വർഷമായിട്ടുള്ളൂ. അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്, നമ്മളിവിടെ തന്നെ നിൽക്കണോ, പോകണോ, വേണ്ട നിൽക്കണോ, വേറെ പരിപാടിക്ക് പോകണോ. കാരണം ചെറിയ എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞു, MBA ഉണ്ട്. അപ്പോൾ ചെറിയ ജോലിയൊക്കെ അത്യാവശ്യം വേറെ എവിടെയെങ്കിലും വിചാരിച്ചാൽ കിട്ടുമെന്നൊക്കെ വിചാരിച്ചു. ഇപ്പോൾ വിചാരിച്ചാൽ കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ 39 വയസ്സായി, 40ഒക്കെ ടേൺ ചെയ്യാൻ അത് കുഴപ്പമില്ല. 39 വയസ്സായി. 39 വയസ്സിലൊക്കെ നമ്മളൊരു ജോലി അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും തന്നില്ല എന്ന് വരും. പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ പോകണമല്ലോ. അപ്പോൾ പക്ഷേ അങ്ങനെ ഒരു ഡിസിഷനിൽ മാറിയത് അങ്ങനെ ഇനി വേണ്ട, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നിയത് കഴിഞ്ഞൊരു 3 വർഷം മുമ്പൊക്കെ ആയിട്ട്. ആക്ച്വലി വീണ്ടും ശ്രീജിത്ത് ഏട്ടൻ എനിക്ക് ചെറിയൊരു ഡിഗ്രി ഉണ്ട്, ചെറിയൊരു MBA ഉണ്ട്, ചെറിയൊരു ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞത് വീണ്ടും ചുമ്മാതാണ് കേട്ടോ. ചെറിയ ഡിഗ്രി ഒന്നുമല്ല, NIT എന്നാണ് പഠിച്ചിറങ്ങിയിരിക്കുന്നത്. ഐ നോ ദാറ്റ് യു വെയർ എ നേർഡ് അല്ലേ? നേർഡ് എന്ന് പറയാൻ പറ്റില്ല. നേർഡ് സംതിങ് ഐ തിങ്ക് ഐ വിൽ ഡിഫൈൻ ഇറ്റ് ഡിഫറെൻ്റ്ലി. അപ്പം I was good at studies. അത് ഞാൻ ഡിനൈ ചെയ്യില്ല. എനിക്ക് തിരക്കായിട്ട് നല്ല മാർക്സ് ഒക്കെ ഉണ്ടായിരുന്നു. എൻട്രൻസിന് റാങ്ക് എത്രയായിരുന്നു? NITയിലേക്ക് കയറാൻ വേണ്ടി അത് REC റാങ്കിങ് വാസ് 33, കേരള സ്റ്റേറ്റ് 33. That is not bad at all. That is amazing. Nerd ആണ്. അല്ല, അത് അതിൻ്റെ നേർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയില്ലേ, നേർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കട്ടി കണ്ണടയൊക്കെ വെച്ച്, കണ്ണട എനിക്കുണ്ട് പക്ഷെ ഇപ്പോൾ വെച്ചിട്ടില്ല. പക്ഷെ കട്ടി കണ്ണടയൊക്കെ വെച്ചിട്ട് എൻ്റെ ഒരു ഡെഫിനേഷൻ ആയിട്ടാണ് പഠിപ്പ് മാത്രം ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനത്തെ ഒരാളല്ല. അത്യാവശ്യം കൂടുതൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നന്നായി പഠിക്കുമായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഫസ്റ്റ് ഫിലിം മയൂഖം ഹരിഹരൻ സാറിൻ്റെ, TG രവി സാറിൻ്റെ മോനായിട്ട് പോലും അതിന് ഓഡിഷന് പോയി എന്ന് ഞാൻ അറിഞ്ഞു. അത് ഹരിഹരൻ സാറിനെ അറിയുന്ന ആരും ഇങ്ങനൊരു സംശയം ചോദിക്കില്ല. അപ്പോൾ അതറിയില്ല എന്നാണ് എൻ്റെ അർത്ഥം. കാരണം എന്താ വെച്ചാൽ ഹരൻ സാർ ഒരിക്കലും ഓഡിഷൻ ഇല്ലാതെ ആരും കാസ്റ്റ് ചെയ്യില്ല. ആരുടെ മകനായാലും ശരി, ആരുടെ മകളായാലും ശരി, ഓഡിഷൻ ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ എന്നെ നേരെ ഹീറോ ആയിട്ട് കാസ്റ്റ് ചെയ്യാറുണ്ടല്ലോ. TG രവിയുടെ മോനൊക്കെയാണ്, വലിയ നടൻ്റെ മോനൊക്കെയാണ്, അവൻ ഹീറോ ചെയ്തോട്ടെ എന്നൊക്കെ വിചാരിക്കുമല്ലോ. അത് ചെയ്തില്ലല്ലോ. അത് ഓഡിഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിന്നെ ഹീറോ ഒന്നും ചെയ്യാൻ പറ്റില്ല, നീ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു വേഷമുണ്ട്, ഒരു ചെറിയ നെഗറ്റീവ് ടച്ചുള്ള ഫസ്റ്റ് ഹാഫിൽ മാത്രം വരുന്ന ഒരു ക്യാരക്ടറാണ്, അത് നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് അങ്ങനെയാണ് മറ്റേ സ്ക്രീൻ ടെസ്റ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കോഴിക്കോട് വെച്ചായിരുന്നു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് സ്ക്രീൻ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഹരൻ സാറിൻ്റെ അതിൽ ഒരു സീനിൽ തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ ഐ എം ഹാപ്പി എന്ന് പറഞ്ഞു. അതൊരു നല്ല തുടക്കമായിരിക്കും എൻ്റെ മനസ്സിൽ നിന്ന് ഒരു 100% വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി. ഞാനും സൈജു, മമത, ഞങ്ങളെല്ലാവരും തുടങ്ങിയത് ആ സിനിമയിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങളാരും വലിയ മോശമായിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല, ഒരിക്കലും ഇല്ല. പിന്നെ നേരത്തെ തിയേറ്ററിലൊക്കെ സിനിമയിൽ വരുന്നതിന് മുമ്പ് തിയേറ്റർ പ്ലേസ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ ഉണ്ടായിരുന്നു. തിയേറ്റർ പറഞ്ഞപ്പോഴാണ് ഹരൻ സാറിൻ്റെ കാര്യം കൂടി പറഞ്ഞപ്പോൾ ഒരു കാര്യം എന്തായാലും പറഞ്ഞു. ഹരൻ സാറ് ആദ്യത്തെ രണ്ടാമത്തെ സീൻ എടുത്തു കഴിഞ്ഞപ്പോൾ സാർ അവിടുന്ന് മൈക്ക് കൂടെ പറഞ്ഞു, ശ്രീത്തെ ഇത് തെലുങ്ക് പടമല്ല പറഞ്ഞു. ഒന്നുമില്ല, കാരണം തെലുങ്കിലാണല്ലോ പൊതുവെ കുറച്ച് നാടകീയമായിട്ട് നമ്മൾ
അങ്ങനത്തെ ഒരു ഭയങ്കര ലൗഡ് പെർഫോമൻസ് ഒക്കെ വരിക. തെലുങ്കിലാണ് നമ്മൾ അന്ന് കണ്ടിച്ചില്ല. ഇപ്പോൾ പൊതുവെ സിനിമകളെല്ലാം മാറിയിട്ടുണ്ട്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ തെലുങ്ക് സിനിമ എന്നൊക്കെ പറയുമ്പോഴാണ് ഭയങ്കര ലൗഡൊക്കെ ഇതൊക്കെ ആ സാധനങ്ങളൊക്കെ വരെ. അപ്പോൾ ഒന്ന് വോൾട്ടേജ് കുറയ്ക്കാൻ പറഞ്ഞതാണ് എൻ്റെ അടുത്ത്. അപ്പോൾ നമ്മൾ ഈ നാടകം ചെയ്ത ശീലത്തിൽ നാടകത്തിൽ പൊതുവെ പല നാടകത്തിലും, ഇപ്പോൾ ഇന്നത്തെ നാടകത്തിൽ അതുമില്ല, ഇന്നത്തെ നാടകത്തിലും ഭയങ്കര സട്ടിലായിട്ടുള്ള പെർഫോമൻസുകൾ ഒരുപാടുണ്ട്. പക്ഷേ ഞാനൊക്കെ ചെയ്തിരുന്ന കാലഘട്ടത്തിലെ നാടകത്തിൽ പലതും അതെ, നമ്മൾ ഈ പഴയ സിനിമകൾ എടുത്തു നോക്കാം, ആരെവിടെ ഇങ്ങോട്ട് വരൂ അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ബേസിക് ഇട്ട്. കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നാടകവും മാറിയിട്ടുണ്ട്, സിനിമയും മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ പെർഫോം ചെയ്തപ്പോൾ അത് വളരെ കൂടുതലാണെന്ന്, ഇന്നും എൻ്റെ പെർഫോമൻസ് കുറച്ച് ലൗഡാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും കുറേശ്ശെ കൺട്രോൾ ചെയ്ത് ഈ പല ആൾക്കാരുടെ ഒരു തോന്നലുണ്ട്, ഈ സട്ടിൽ ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അണ്ടർ പ്ലേയിങ് ആണ്, ഇമോഷൻസ് ഒന്നും കാണിക്കാതിരിക്കുക, മുഖത്ത് വികാരം വരാതിരിക്കുക എന്നൊക്കെയാണ് ഈ സട്ടിൽ ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാൻ ഈ അടുത്ത് കേട്ടൊരു ഡെഫിനേഷൻ ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം നമ്മൾ സട്ടിൽ ആണോ അല്ലയോ എന്ന് സംശയിച്ച് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. സട്ടിൽ ആവണം എന്നാണ് നമ്മളെല്ലാവരുടെയും ആഗ്രഹം. കാരണം എല്ലാവരും പറയുന്നത് ഇതാണ്, സട്ടിൽ ആക്ടിങ് ഇസ് ദ ഇൻ തിങ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് സിനിമയിൽ നിൽക്കണമെങ്കിൽ സട്ടിലായിട്ട് തന്നെ പെർഫോം ചെയ്യണം എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞ ഡെഫിനേഷൻ ഇതാണ്, സട്ടിൽ ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ബിഹേവിങ് ആണ് ശരിക്കും. അപ്പോൾ ഇഫ് ദ സിറ്റുവേഷൻ ഡിമാൻഡ്സ് എ ലൗഡ് ജസ്റ്റർ ഫ്രം യുവർ സൈഡ്, ഡു ഇറ്റ്. അത് സട്ടിൽ തന്നെയാണ്. അത് ലൗഡാണ് എന്നുള്ളതുകൊണ്ട് അത് സട്ടിൽ അല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ ആ ക്യാരക്ടർ എങ്ങനെയാണ് അത് റിയാക്റ്റീവ് ആയിരുന്നത് അത് ചെയ്യുന്നതാണ് സട്ടിൽ. അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ് സട്ടിൽ. അതിൻ്റെ താഴെയാണെങ്കിൽ അണ്ടർ, മുകളിലാണെങ്കിൽ ഓവർ ആക്ടിങ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ പെങ്ങളെ കൊന്ന ഒരാളെ കണ്ടു എന്ന് പറയുമ്പോൾ വികാരമില്ലാതെ നോക്കുന്നതാണ് ഇന്ന് സട്ടിൽ ആക്ടിങ് എന്ന് കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ ആ നോട്ടത്തിൽ ആ പവർ, ആ ഇൻറ്റൻഷൻ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ചിലപ്പോൾ നമുക്കത് പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കുറച്ച് ആർട്ടിക്കുലേറ്റ് ആവും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് പല ആൾക്കാരും ലൗഡ് എന്ന് പറഞ്ഞ് അതിനെ തരം താഴ്ത്തി കാണാറുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാനിത് കേട്ടതോടെ എനിക്ക് തോന്നി അത് ലൗഡ് എന്ന് പറയേണ്ട കാര്യമില്ല. ലൗഡായാലും ആസ് ലോങ് ആസ് ഇറ്റ്സ് ഓക്കെ വിത്ത് ദ ക്യാരക്ടർ, ഐ തിങ്ക് ഇറ്റ് ഇസ് സട്ടിൽ ഇനഫ്. വെരി ട്രൂ. ഇപ്പൊ ഒരു ഗുണ്ടയായിട്ട് അടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ we need to be loud. Okay, so it is time for our next question. എൻ്റെ അല്ല കേട്ടോ, അവിടുന്ന്. ശരി, ഓക്കെ. Hi Srijit, you got me into trouble again, huh? Naughty boy. ഇപ്പം ഇവർ വന്ന് എന്നോട് ചോദിക്കുകയാണ്, എന്നോട് പറയണ എന്താ ഇങ്ങനെ ചോദിക്കണമെന്ന്. ഞാൻ എന്താ ചോദിക്കേണ്ടതെന്നാണ് എൻ്റെ മനസ്സിൽ വരണത്. അങ്ങനെ 4 ഓളം നോക്കുമ്പോൾ എനിക്ക് ആദ്യം തന്നെ ഹൗ ഡിഡ് യു ബിക്കം എ ഫിലിം സ്റ്റാർ എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. പിന്നെ ആൻസർ ഞാൻ തന്നെ തരാം. അത് എന്തുകൊണ്ട് വെച്ചാൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, your first entrance into theatre. Do you remember that? Come on, recollect. Yeah, you're right. You remember, you came in as the baby bear in Goldilocks and the Three Bears. You were a chubby little bear, very sweet looking, and your mother was there to give you Horlicks and whatever you wanted at that time. And you were waiting in the wings. The big children did their roles, and then it was the time for the baby bear to come in. There you came, like that. All of us were looking at you, and suddenly I heard the audience in titters. Do you remember that? No, you don't remember it. Because you were such an innocent little baby at that time. എന്തുകൊണ്ട് വെച്ചാൽ അന്ന് കുട്ടിയും ഇങ്ങനെ നടന്ന് വരുമ്പോഴേക്കും ആദ്യം മുഖം മാത്രമേ കണ്ടു. പിന്നെ പതുക്കെ ഇങ്ങനെ തിരിഞ്ഞിട്ട് അപ്പോഴാണ് കുട്ടിയുടെ ആശ്രമം ആൾക്കാർ കണ്ടത്. അപ്പോഴാണ് വലിയൊരു പാച്ച് അവിടെ. ഓർമ്മണ്ടോ? യെസ്. അന്ന് ആദ്യം ഓഡിയൻസ് എൻജോയ് ചെയ്തതെന്ന് വെച്ചാൽ
കുട്ടിയുടെ പാൻറ്റീസിൽ മൂത്രമൊഴിച്ചിട്ട് അതാണ് ആദ്യം ഓഡിയൻസ് കണ്ടത്. ഓർമ്മയിടാ? എന്തോന്നടാ ഇതൊക്കെ? One question which I want to throw at you today. Have you forgotten all the English that you learnt in school? You remember Nalini Miss, sort of saying, come on, speak in English, speak in English. You used to speak beautiful English. You still speak beautiful English? Or has it been sort of mixed? Give me an answer for that. ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് we definitely have to give a proper introduction to this wonderful woman. You do that. That is Nalini ma'am. Harishree Vidyanidhi School. ആ സ്കൂളിൻ്റെ ഫൗണ്ടർ, ഡയറക്ടർ, പ്രിൻസിപ്പൽ, Everything. she is all in all. It's all in all. She is Harishree. She is Harishree. She is Harishree. അത് മാത്രമല്ല, she is a dancer, she is a choreographer, she is a theatre artist, she is a writer, she is everything. She's everything. She's my mother. My mother passed away. Amma, Dr. Subhadra V.K. Ambali എന്ന് എല്ലാവരും വിളിക്കും. She passed away three years back, almost 4 years. But even when she was there, Nalini Miss was always my mother then. And Amma, both of them loved me like Amma does. So I must answer this question in English because she's asked me to answer it in English. Yes. So I am a bit rusty, I must admit. I am very rusty. I have been doing all these, like I said, all these gunda roles. So I don't really get the chance to speak too much of English on screen. And even off screen, most of the time I get to speak only in Malayalam. So the first time that I noticed that my English was deteriorating was when Nalini Miss called me after I went into NIT. Okay. And my first year, my roommates were all Mallus. Okay. So I went there, and after my ragging period, I came back for a small vacation. I came back. I always go and see Miss then. Even now, whenever I can, I go and see Miss. So when I went there and I started speaking to her, she asked me, "Are you staying with Mallus?" I said, "Yes." "You better change rooms." I said, "Okay, but how did you know?" She said, "It's very obvious from the way you speak, the kind of English that you use, that you haven't been using the English that I taught you for quite some time now. So it just shows. So this is not the English that I taught you." And she's one person, even when she's scolding, if she's reprimanding, even then she makes sure that you learn your English even in between being scolded. She'll say, "Listen to what I said right now. I said turn over a new leaf," which means, okay, such and such a thing. That's an idiom. Okay, an idiom is something that is in between getting scolded. So I was like, she is such a person who's all for me. She's not just a teacher. She's guide, philosopher. Like I said, she's just like my mother. So I think if she wasn't there, I'm not really very sure if I would have ever got into a stream like acting. Because like she said, my first stage experience was from Harishree. Harishree means the beginning. Yes. Beginning of education. So my beginning of education, both in acting and as far as formal education is concerned, it started at Harishree. So Yes, in fact, we really enjoyed your Harishree in a theatre experience. yeah, in a theatre experience, literally. So I really didn't remember that. I mean, it's not something that you always remember. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി, ഞങ്ങൾ ഇതെല്ലാം ഓർത്ത് വെച്ചോളാം. And I played the best thing that happened to me in Harishree. I would say that the best theatre performance that Harishree has put till date, I think I would rate the Ramayana that we did together with a lot of children. I think almost the whole school was there in the Ramayana. It was like a ballet in which, even if you didn't know how to act, Miss pulled you out from your corner and put you were either a monkey or a Rakshasa in the Ramayana. So I played Hanuman in that. And to play Hanuman, we saw the picture. You saw the picture there. And to play Hanuman in Nalini Mrs. Ramayana means that you are the hero of the Ramayana, because Nalini Mrs.'s favorite god is Hanuman. So she always prays to God, to Hanuman. So it's like
I made her a little clay model. Whenever I give her, her birthday is on August 15th. Oh, okay. So whenever I make her a card or something for her birthday, I make sure Hanuman is there somewhere. I gave her a clay model with Hanuman long time back. So it's lovely to see her anytime, any day or night. It's lovely to see her. She gives me a big hug. Unfortunately, she's inside there. She can't hug me from there. So I always make it a point that I go and visit my teachers whenever I can, because I know that is the path that I've taken. I make sure that I don't forget what I've gained. In fact, just see, നമുക്ക് നളിനി മിസ്സിനെ അറിയത്തില്ല, we don't know her. Still, you know, just seeing her over there, we can feel the positive vibes around. We can just feel it, the way she speaks, the way she is. I have something for you. Black Get Set Chat. Well, നളിനി മിസ് തന്നു വിട്ടതാണ്. Chat. നമ്മൾ ആദ്യം കുറച്ച് we saw some pictures കണ്ടായിരുന്നു. Okay, I saw that. ഹനുമാനായിട്ട് വന്നത്. Then a wall. Okay, there was a wall, yeah? Yeah, ആ wall തുടങ്ങിയത് wall, yeah, okay. ആ wall തുടങ്ങിയത് was you, right? Yeah, I was the first batch in Harisri, so Get Set. so that had to start from me. So Yes, so we have this, I think you might have it already. oh yeah, this I have, but I mean Yeah. to get it on a occasion like this is like Yes, I think അത് തുറന്ന് you should show our audience. okay. This is Find yourself. oh this is my school, Harisri, my alma mater. Get Set. This is Chat. here there is. Black Get Set Chat. So we have my father calls her Opa, Opol. So she's like a sister to my father, an elder sister to my father. So here is my Ramayana pictures. Yeah, there I am. This is Renuka. This is me as Hanuman. This is Sita. This is Rama, Nandita. A lot of people. So it's back to good memories. എനിക്ക് ശ്രീജിത്തേട്ടൻ വീണ്ടും കുഞ്ഞായ പോലത്തെ ഒരു ഫീലിംഗ് അതൊക്കെ ആയിരുന്നു. Seriously, I can't forget Jayadev as this. I mean, this is the best casting that I would. Nalini Miss's casting as Ravana. He's the most handsome Ravana that you could ever get. Oh, okay. Jayadev, he was a very handsome guy even then. So normally Ravana, who do you cast? You cast. This- I Somebody know. who is even you've seen Ramanand I would have Sagar's. casted you, definitely. You must have you probably would have casted me, but I got to play Hanuman, and Jayadev plays Ravana. So I think the kind of casting that she had in mind is very new gen. I mean, I think she is the new gen person in the midst of a lot of old people, I think. ആക്ച്വലി നളിനി മാം അവിടെ സ്ക്രീനിൽ വന്നപ്പോൾ തൊട്ട് ഐ ക്യാൻ സീ എ ഡിഫറൻസ് ഇൻ ദ വേ യു സ്പീക്ക്. One thing I'm really not very confident on using my English. I'm sure when I go back, she's going to call me and say, "There you made a mistake. You said do instead of does." Yeah, I remember saying I remember saying do instead of does somewhere in between. So I corrected myself, and she's going to say you said corrected. It's not corrected. It's corrected. So she's going to say that. I know all that, but I'm so sorry, but I'm trying at least. ഇപ്പം ശ്രീജിത്തേട്ടൻ്റെ മൈൻഡിലെ ബ്ലോക്കൊക്കെ മാറ്റിയിട്ട് ഇരിക്കാനുള്ള സമയമാണ്. കാരണം പറയാൻ കുറച്ച് കടുകട്ടിയായിട്ടുള്ള ഒരു സാധനം ഞങ്ങൾ അങ്ങോട്ട് ഇട്ട് തരാം. ഞാൻ ആദ്യം പറഞ്ഞാൽ നമുക്ക് സ്കോറിങ്ങും മാർക്കിങ്ങും ഒക്കെ ഉള്ളത്. അപ്പം ഇവിടെ നമ്മുടെ മാർക്സ് ഒക്കെ തുടങ്ങും കേട്ടോ. അപ്പോൾ ഡബ് സ്മാഷ് അറിയത്തില്ല എന്ന് നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. ശ്രീജിത്തേട്ടൻ ഫേസ്ബുക്കിലില്ല, അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പോവാണ്. ഈ ഡബ് സ്മാഷ് എന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അറിഞ്ഞില്ല. എന്നോടാരും പറഞ്ഞില്ല. ഇതാണ് നമുക്ക് വേണ്ടത്. എന്താണെന്ന് വെച്ചാൽ യൂഷ്വലി നമ്മൾ അഭിനയിച്ചിട്ട് ഡബ് ചെയ്യും. ഇത് നമ്മൾ ഡബ് ചെയ്തത് അഭിനയിക്കും. ഓ ശരി, ഓക്കെ ഓക്കെ. അപ്പം ഇത് നമ്മുടെ ഏതെങ്കിലും ഒരു ഫിലിമിലെ ഒരു ഡയലോഗ് നമ്മൾ ശ്രീജിത്തേട്ടൻ തരും. അത് വിത്ത് എക്സ്പ്രഷൻസ് എത്ര വേണേലും ഇട്ടോ, എത്ര ഓവറാക്കിയാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. ശരി, ഓക്കെ. അപ്പോൾ ഇതിൽ ഓവറാവാം. ആദ്യമായിട്ടാണ് ഓവറായേക്കോന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് പഠിച്ച് 3 ടേക്ക് വരും കേട്ടോ. ഫസ്റ്റ് ടേക്കിൽ ശരിയാകുകയാണെങ്കിൽ 50, സെക്കൻഡ് ടേക്കിൽ ശരിയാകുകയാണെങ്കിൽ 30,
ലാസ്റ്റ് ടേക്കിലാണെങ്കിൽ 20, ടേക്കിലൊന്നും ശരിയായില്ലെങ്കിൽ ഒന്നും കിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഡയലോഗ് കേൾക്കാം. വെജിറ്റേറിയനെ മാത്രമേ കല്യാണം കഴിക്കുമെന്ന് വാശി പിടിച്ചിരുന്ന എന്നെ വെജിറ്റേറിയൻ ആണെന്നും പറഞ്ഞ് കല്യാണം കഴിച്ച കള്ളനാണ് ഈ ചേട്ടൻ. നുണ പറയാൻ മിടുക്കനല്ലേ? അപ്പൊ ശ്രീജിത്തേട്ടന്റെ ഇന്നത്തെ അസോസിയേറ്റ് ഡയറക്ടർ ഞാനാണ്. ഞാൻ ഡയലോഗ് ചേട്ടന് പറഞ്ഞു തരുന്നതായിരിക്കും. ഓ, അങ്ങനെയൊക്കെ ഭാഗ്യമൊക്കെ എനിക്ക് കിട്ടി. ഓക്കെ, വെജിറ്റേറിയനെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് വാശി പിടിച്ചിരുന്ന എന്നെ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞ് കല്യാണം കഴിച്ച കള്ളനാണ് ഈ ചേട്ടൻ. നുണ പറയാൻ മിടുക്കനാണല്ലേ? റെഡി അല്ലേ? നമുക്ക് ഫസ്റ്റ് എക്സ്പ്രഷൻ ഒക്കെ വേണം. വേണമെങ്കിൽ കൈയും എന്തും എടുക്കാം. റെഡി, ആക്ഷൻ. വെജിറ്റേറിയനെ മാത്രമേ കല്യാണം കഴിക്കൂന്ന് വാശി പിടിച്ചിരുന്ന എന്നെ വെജിറ്റേറിയൻ ആണെന്നും പറഞ്ഞ് കല്യാണം കഴിച്ച കള്ളനാണ് ഈ ചേട്ടൻ. നുണ പറയാൻ മിടുക്കനല്ലേ? അപ്പൊ ശ്രീജിത്തേട്ടാ ആ എടുത്തതില് ചെറിയ കുഴപ്പമുണ്ടെന്ന് മാത്രമല്ല ആ ഒരു അതൊക്കെ ഈ മസിൽ ഒരു പ്രശ്നം തോന്നുന്നു അല്ലേ? സാരമില്ല, നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്യാം. എക്സ്പ്രഷൻ ഒക്കെ ഇട്ടോ, ഇഷ്ടംപോലെ ഇട്ടോ. ടേക്ക് 2, ആക്ഷൻ. വെജിറ്റേറിയനെ മാത്രമേ കല്യാണം കഴിക്കൂന്ന് വാശി പിടിച്ചിരുന്ന എന്നെ വെജിറ്റേറിയൻ ആണെന്നും പറഞ്ഞ് കല്യാണം കഴിച്ച കള്ളനാണ് ഈ ചേട്ടൻ. നുണ പറയാൻ മിടുക്കനല്ലേ? തകർത്തില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഇത് നമ്മള് തിരിച്ചു പറയണം. പക്ഷെ കുഴപ്പമില്ല, ശ്രീജിത്തേട്ടൻ ഡബ് സ്മാഷ് എന്താണ് എന്ന് പോലും അറിയാത്ത ഈ ബാല്യാവസ്ഥയിൽ ഇത്ര മനോഹരമായി പെർഫോം ചെയ്തില്ല. കുഴപ്പമില്ല. അപ്പൊ ഞാന് ശ്രീജിത്തേട്ടന് 30 മാർക്ക് തരുന്നതായിരിക്കും കേട്ടോ. സാരമില്ല, ഇനിയും മാർക്സ് ഒക്കെ സ്കോർ ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്കോർ ചെയ്യാം. ഞാനിത് ചെയ്തപ്പോ എനിക്ക് ഓർമ്മ വന്നു, മത്തായി കുഴപ്പക്കാരനല്ല എന്ന് പറഞ്ഞ സിനിമയില് ഒരല്പം സ്ത്രൈണതയുള്ള ക്യാരക്ടറായിട്ട് അഭിനയിച്ചു. അപ്പോൾ അതെനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതും ജയൻ്റെ പടമായിരുന്നു. അപ്പോൾ ജയനാണ് ഇങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വരുമ്പോൾ ഇവനെ കൊണ്ട് പരീക്ഷിക്കട്ടെ എന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യവശാൽ അത് കണ്ട ആൾക്കാരും ചളമായി എന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെയ്ക്കും. ആക്ച്വലി ഇപ്പോഴും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. യൂഷ്വലി ഇപ്പം നമ്മൾ എടുത്ത് ഉർവശി ചേച്ചിയുടെ ഡയലോഗാണ് ഡബ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം ഒന്നാമത് അത് അങ്ങേ അറ്റത്താ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മളൊക്കെ അത് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാതകമാണ് അങ്ങനത്തെ ഒരു നടിയോട് ചെയ്യുന്നത്. പക്ഷെ എന്നാലും കളിയുടെ ഭാഗമായിട്ട് കണക്കാക്കുന്നുള്ളൂ. അതെ, ഉർവശി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്ത് ഭാഗ്യലക്ഷ്മി ചേച്ചി പറഞ്ഞിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ട് പുള്ളിക്കാരിക്ക് ചെയ്യാനാണ്. അതുകൊണ്ട് ശ്രീജിത്തേട്ടൻ വലിയൊരു കലാകാരനാണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇച്ചിരി ടഫായിട്ടുള്ളവരുടെ ഇട്ട് തന്നത് കേട്ടോ. പക്ഷേ ഫ്ലൈയിങ് കളേഴ്സോടുകൂടി ശ്രീജിത്തേട്ടൻ പാസ്സായിരിക്കുകയാണ്. Now let's get back to your movies. It was wonderful having her over here. We are getting back to your movies. അപ്പോൾ മയൂഖം നമ്മൾ ഈ സോ ഓൾ ദീസ് ഇത്രയും തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, ഓൾ ദോസ് തിങ്സ് ഇപ്പം നമ്മൾ പറഞ്ഞതെല്ലാം ഉണ്ട്. ഏത് പോയിന്റിലാണ് ഓക്കെ നമുക്ക് സിനിമയിലോട്ട് കയറി കളയാം, അല്ലെങ്കിൽ എങ്ങനെയാണ് മയൂഖത്തിലോട്ടുള്ള ഓഡിഷന് പോകാം? ശരിക്കും സംഭവിച്ചത് ആക്ച്വലി ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ പറഞ്ഞു തിയേറ്റർ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ കുറേ മക്കളൊക്കെ സിനിമയിൽ, കുറേ പഴയ സിനിമാ നടന്മാരുടെ മക്കൾ, ഇപ്പോൾ ജിഷ്ണു വന്നു, പിന്നെ ആ സമയത്ത് നമ്മളുടെ സിദ്ധാർത്ഥൻ, അപ്പോൾ അങ്ങനെ എല്ലാവരും, രാജു വന്നു, അങ്ങനെ കുറേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനും വിചാരിച്ചു. അപ്പോൾ ഞാനും ഈ പറഞ്ഞൊരു സിനിമാ നടൻ്റെ മകനാണല്ലോ ഞാൻ. അപ്പോൾ എനിക്കൊന്ന് ശ്രമിച്ചുകൂടെയെന്ന്, കാരണം ഞാൻ തിയേറ്ററൊക്കെ ചെയ്യുന്നുണ്ടായി ശരിയാണ്, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാൽ കൊള്ളാം എന്നൊക്കെ എൻ്റെ ആഗ്രഹം ഞാൻ അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അപ്പോൾ പരിപാടികൾ, നമ്മൾ എഡ്യൂക്കേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മതി, അത് സേഫ് ആക്കിയിട്ട് മതി എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ ആ സൈഡ് ബൈ സൈഡ് നടക്കുന്ന സമയത്ത് തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നത് കുറച്ച് ആൾക്കാരെയൊക്കെ കാണാൻ പോയി. ഞാനും അച്ഛനും കൂടെ ചേർന്ന് കാണാൻ പോയി. അച്ഛനും 1-2 ആൾക്കാരെ വിളിച്ച് പറഞ്ഞു. ഞാൻ കമൽ സാറിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്, ലോഹി സാറിനെ കണ്ടിട്ടുണ്ട്, കസ്തൂരിമാൻ ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്ത്. അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് പേപ്പറിലൊരു പരസ്യം വന്നു, മയൂഖത്തിന് വേണ്ടിയിട്ട് പുതിയ ഹരിഹരൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലേക്ക് പുതുമുഖങ്ങളെ ആവശ്യമുണ്ടെന്ന്. ആ നമ്പറിൽ വിളിച്ചു, ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് ഹരൻ സാറിൻ്റെ പടമാണ്, ഓഡീഷൻ എന്തായാലും ഉണ്ടാവും, അപ്പോൾ ഓഡീഷന് ഇന്ന ദിവസം വരാൻ പറഞ്ഞു. അവിടെ പോയി ഓഡീഷൻ ചെയ്തു. ഓഡീഷൻ ചെയ്തപ്പോൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അങ്ങനെ അങ്ങ് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വലിയ തെറ്റൊന്നുമില്ല, നമുക്ക് ഒരെണ്ണം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് കയറിയത്. കുഴപ്പമില്ല എന്ന് എനിക്ക് തന്നെ തോന്നി. കുറച്ചൊന്ന് പതുക്കെ ഈ ഒരു ഏരിയയിൽ പിടിച്ച് നോക്കാമെന്നൊരു ശ്രമം. അപ്പോൾ ഭയങ്കര ചെറിയ രീതിയിലൊക്കെ. അത് കഴിഞ്ഞ് നവംബർ റെയിൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു.
അത് മുഴുവൻ ഞാൻ കംപ്ലീറ്റ് ആവാൻ കുറേ സമയമെടുത്തു. അതിൻ്റെ ഇടയിൽ ബൈ ദ പീപ്പിൾ ഈ മയൂഖം ചെയ്യുന്ന സമയത്താണ് ജയരാജ് സാറിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ബൈ ദ പീപ്പിൾ ചെയ്തു. ചാന്ത് പൊട്ട് ചെയ്തപ്പോഴാണ് ജനത്തിന് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇൻഡസ്ട്രിയിലെങ്കിലും ഇങ്ങനൊരു 2 സീനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ 2 സീൻ ചെയ്തപ്പോൾ തന്നെ ലാലു ചേട്ടൻ്റെ സിനിമയിൽ ക്ലീറ്റസ് ആൾക്കാർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഒന്നാമത് അത് 100 ദിവസത്തിൽ കൂടുതൽ ഓടിയ ഒരു സിനിമ. നമ്മൾ എന്ത് ചെയ്താലും ആ സിനിമ ഓടുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. കാരണം നമ്മൾ ചെയ്ത ക്യാരക്ടർ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്ത ക്യാരക്ടർ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ആ സിനിമ ഓടണം. ഇപ്പോൾ പുണ്യാള നഗർപത്തീസിലും എനിക്ക് കിട്ടിയ ഭാഗ്യം അതാണ്, സിനിമ ഓടി. സെക്കൻഡ് ക്ലാസ് യാത്രയ്ക്ക് കിട്ടിയ ഭാഗ്യം അതാണ്. അപ്പോൾ സിനിമ ഓടുമ്പോഴാണ് നമ്മൾ ചെയ്ത ക്യാരക്ടർ അവിടെ ആൾക്കാരുടെ മനസ്സിൽ സ്ഥിരമായിട്ട് അങ്ങനെ നിൽക്കുള്ളൂ. ഓക്കെ, എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യനിൽ നിന്നും ഒരു ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല എന്ന് എനിക്കറിയാം. കുറച്ച് ഇംഗ്ലീഷ് വരുന്നുണ്ടല്ലേ? അല്ല, അത് സാരമില്ല. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ അതങ്ങ് ശരിയാവുമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആയിക്കോട്ടെ. ഹായ് ശ്രീജു, സുഖാണല്ലോ അല്ലേ? ഞാൻ ശ്രീജുവിൻ്റെ ചെറിയച്ഛൻ ചന്ദ്രകുമാർ. ശ്രീജു ചെറുപ്പം മുതൽക്കേ ഈ നാടകത്തിനോട് താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു. ധാരാളം നാടകങ്ങളിൽ മാത്രം പഠിക്കുന്ന കാലത്ത് നാടകങ്ങളിൽ മാത്രമല്ല പല ഇതുപോലെ പ്രച്ഛന്ന വേഷ മത്സരങ്ങൾ അങ്ങനെയുള്ള പല പരിപാടികളിലും പങ്കെടുത്ത് സമ്മാനം പിടിച്ചിട്ടുള്ള കുട്ടിയായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ അവൻ്റെ വളർച്ചയിൽ തീർച്ചയായും ഞങ്ങൾ വളരെ അഭിമാനിക്കുകയാണ് അവൻ്റെ കാര്യത്തിൽ. ശ്രീജു, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മളൊക്കെ ഈ കല്യാണ ഫംഗ്ഷനൊക്കെ പോണ സമയത്ത് നീ വില്ലനായി അഭിനയിക്കുന്ന സമയത്ത് നീയായാലും അച്ഛനായാലും നിൻ്റെ അടുത്ത് വരാൻ എല്ലാവർക്കും ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പുണ്യാളൻ അഗർബത്തീസിൽ ശ്രീജു അഭയകുമാറിൻ്റെ വേഷം അഭിനയിച്ചതിന് ശേഷം, ഒരു കോമഡി റോൾ അഭിനയിച്ചതിന് ശേഷം നിൻ്റെ അടുത്തേക്ക് എല്ലാവരും വരാനും സെൽഫി എടുക്കാനും താല്പര്യം കാണിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ഇതിനെക്കുറിച്ച് നിനക്ക് എന്താണ് അഭിപ്രായം? മേലിലും ഇതുപോലെ കോമഡി റോൾ അഭിനയിക്കണം എന്ന് തോന്നുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചോളം ഞങ്ങൾ തട്ടാമ്പറമ്പിലാണ്. ഞങ്ങളുടെ വീടിൻ്റെ പേര് തട്ടാമ്പറമ്പിലാണ്. എൻ്റെ അച്ഛൻ്റെ അനിയനാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ മറ്റൊരു സിനിമാ നടനാണ് കേട്ടോ ഇതേ കണ്ട ആള്. അദ്ദേഹം ചാകര എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ വലിയച്ഛനാണ് ആദ്യത്തെ സിനിമ കാണുന്നത് ശരിക്കും. സിനിമ എൻ്റെ അച്ഛനൊന്നുമല്ല, ഡോക്ടർ രാജഗോപാലൻ പണ്ട് മിന്നാമിനിങ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സിനിമ റൺസ് ഇൻ ദ ബ്ലഡാണ് ശരിക്കും. അപ്പോൾ തട്ടാമ്പറമ്പിലെ നടന്മാരാണ് ഇവരൊക്കെ. അപ്പോൾ ഞാനും തട്ടാമ്പറമ്പിൽ, ഇപ്പം എൻ്റെ മോനും ഒരു സിനിമയിൽ, ജാനകി എന്ന് പറഞ്ഞ സിനിമയിൽ ചെറിയൊരു വേഷം ചെറുപ്പത്തിലാണ്. അവന് 9 മാസമുള്ള സമയത്ത് ഞാനും മോനും എൻ്റെ ഭാര്യയും കുടുംബസമേതം പോയി അഭിനയിച്ചു. അച്ഛനുണ്ടായിരുന്നു, അമ്മ മാത്രം അഭിനയിച്ചില്ല. ഞങ്ങളല്ല പ്രൊഡ്യൂസ് ചെയ്തത്, ആരോ നല്ല മനസ്സ് എം ജി ശശിയുടെ സിനിമയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം വന്നത് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഒരു കുഞ്ഞ് കിട്ടിയാൽ തരക്കേടില്ല. അപ്പോൾ ഇവനന്ന് റിച്ചുവിന് അന്ന് 9 മാസം 8 മാസം മറ്റോ പ്രായമാണ്. അപ്പോൾ അവനായിക്കോട്ടെ. അപ്പോൾ കുഞ്ഞിനെ മാത്രം കൊണ്ടുപോകാൻ പറ്റില്ല, അമ്മ എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അമ്മയും കൊണ്ടുപോയി. അപ്പോൾ അമ്മയ്ക്കൊരു വേഷം കൊടുത്തു. ആ കുഞ്ഞിൻ്റെ അമ്മയായിട്ട് എൻ്റെ അമ്മ അഭിനയിച്ചു. എനിക്ക് എന്നാൽ പിന്നെ ഞാനുണ്ടല്ലോ, നീ എന്തായാലും സിനിമയിലൊക്കെ അഭിനയിക്കും, നീയും കൂടി വന്ന ഒരു വേഷം നിനക്ക് തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവസാനം അച്ഛനെ കണ്ടപ്പോൾ എന്തായാലും കുടുംബം അടക്കം അങ്ങനെ ഫാമിലി ടൂറായിട്ട് പോയിട്ട് ഒരുമിച്ച് കുടുംബം അടച്ച് പോയി നേരെ പോയി അഭിനയിച്ച് തിരിച്ചു വന്നു. അപ്പോൾ നല്ല സുഖമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും അങ്ങനെ പോകണമെന്നുണ്ട്. ഇപ്പോൾ 2ാമത്തെ ആളായി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോയി സിനിമയിൽ അഭിനയിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട് ശരിക്കും. അപ്പോൾ എന്തായാലും പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ ഈ വില്ലൻ വേഷങ്ങൾ കുറേ ചെയ്യണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു അതിനൊരു വ്യത്യാസം വന്നത് പറഞ്ഞു. കാരണം പിള്ളേർ വന്നിട്ട് അടിച്ചൊക്കെ തുടങ്ങി ഞാൻ പറഞ്ഞില്ല. അതായത് ഇപ്പം ആ ഒരു പേടി മാറി. ചെറിയച്ഛന് പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ, ചെറിയച്ഛന് ചെറിയൊരു സംശയം, ഈ ഫീമെയിൽ ഫാൻസ് കുറച്ച് കൂടുന്നുണ്ടോ എന്നൊരു സംശയം. അതാണ് ചോദിച്ചാൽ അങ്ങനെ ഒരു കുനിഷ്ഠ ചോദിച്ചതായിട്ട് എനിക്ക് തോന്നി. അത് കുഴപ്പമില്ല, അത് ചെറിയച്ഛൻ പേടിക്കേണ്ട കാര്യമില്ല, എൻ്റെ ഭാര്യ പേടിച്ചാൽ മതിയല്ലോ. അപ്പം എന്തായാലും അതിൻ്റെ ഒരു ഈ കോമഡി റോൾസിലേക്ക് മാറിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കക്ഷി തന്നെയാണ്. എൻ്റെ ചെറിയച്ഛനാണ് ഞങ്ങളുടെ തട്ടാമ്പറമ്പിലെ ആസ്ഥാന തമാശക്കാരൻ എന്ന് പറയുന്നത്. ഈ സിനിമയിൽ ഇപ്പം ഈ അഭിനയിച്ചത് നോക്കണ്ട, കുറേ നാളായിട്ട് അഭിനയിക്കാത്തതിൻ്റെ ഒരു അതാണ്. അതാണെങ്കിൽ ശരിക്കും ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള സാധനങ്ങൾ ചോദിക്കുന്ന ആളാണ്. അപ്പോൾ ഇത് സംഗതി ഒരു കാരണം എവിടെ പോയാലും ഉണ്ണിയേട്ടനുള്ള ചന്ദ്രകുമാർ എന്നാണ് പേര്, ഉണ്ണിയേട്ടൻ എന്നാണ് ഞങ്ങളെല്ലാവരും വിളിക്കുക. അപ്പോൾ ഉണ്ണിയേട്ടനുള്ള സ്ഥലത്തേക്ക് നമ്മൾ പെട്ടെന്ന് ഓടിയെത്തും. എൻ്റെ മക്കൾക്കും
ഇപ്പോൾ രണ്ടാമത്തെ ആൾക്ക് ഇപ്പോൾ ഓടിയെത്താറായിട്ടില്ല, എന്നാലും ആദ്യത്തെ ആൾക്ക് ഒക്കെ ഉണ്ണിയേട്ടനുള്ള സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവൻ എൻ്റർടൈൻഡ് ആയിരിക്കും എന്നുള്ളത് ഗ്യാരണ്ടീഡാണ്. കാരണം ഞങ്ങളുടെ തട്ടാമ്പറമ്പിലെ എൻ്റർടൈനർ എന്ന് പറയുന്ന ആ പൊസിഷൻ എടുത്തിരിക്കുന്നത് ശരിക്ക് ഉണ്ണിയേട്ടനാണ്. ആസ്ഥാന വിദൂഷകൻ എന്ന് പറയുന്നത് അദ്ദേഹമാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും രീതിയിൽ പപ്പയകുമാർ എൻ്റെ ആ ഒരു ഹ്യൂമർ വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ അതിൽ 100-ൽ 100 മാർക്കും കൊടുക്കുക. ഞാൻ പറഞ്ഞ പാരമ്പര്യത്തിൻ്റെ കാര്യത്തിൽ സംവിധായകരും അത് റോള് തന്ന ജയസൂര്യ അടക്കമുള്ള അതിന്റെ നിർമ്മാതാക്കൾക്കും ഞാൻ 100% നന്ദി അർപ്പിക്കുന്നു. എങ്ങനെയാണ് ഈ കോമഡിയിലേക്ക് എത്തിയത്? യൂഷ്വലി ഇപ്പം കാസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും വില്ലന്മാരായിട്ട് അങ്ങനെ പോവുള്ളൂ. അല്ല, എനിക്ക് തോന്നുന്നത് ഒന്ന് ഞാനല്ല ആ വേഷം ചെയ്യേണ്ടിരുന്നത്. എൻ്റെ ഭാഗ്യവശാൽ മറ്റേതൊരു നടൻ്റെ നിർഭാഗ്യവശാൽ ആ നടൻ ആ സമയത്ത് ഡേറ്റ് ചെറിയ ക്ലാഷ് വരികയും ഞാൻ അതിൽ വേറെ വേഷം ചെയ്യേണ്ട ആളായിരുന്നു. ഈ സിനിമയിൽ പുണ്യാളൻ വേറൊരു വേഷം ചെയ്യേണ്ട ആളായിരുന്നു. ആ ലാസ്റ്റ് മിനിറ്റിൽ മറ്റേ അദ്ദേഹത്തിന് എത്താൻ പറ്റാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് ആ സാഹചര്യത്തിൽ സോൾട്ട് ആൻഡ് പേപ്പറൊക്കെ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് കുറേ ആൾക്കാർക്ക് ഈ വില്ലന്മാരെ മാറ്റി ഒന്ന് ഒരു ഹ്യൂമർ കളിപ്പിച്ചാൽ കൊള്ളാം, ചിലപ്പോൾ വർക്കൗട്ട് ആവും എന്നൊരു തോന്നലുണ്ട്. നമ്മൾ ഈ ഫാമിലി ടോപ്പിക്ക് എന്താണെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ചെറിയച്ഛനെ പറ്റിയിട്ടും മക്കളെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞു. ഈ മക്കളുടെ പേര് വിക്കിപീഡിയയിലുണ്ട് കേട്ടോ. ഞാൻ കുറേ കഷ്ടപ്പെട്ടു അതൊന്ന് വായിച്ചെടുക്കാൻ. അത് എൻ്റെ ഭാര്യയുടെ പേര് സജിത, എൻ്റെ പേര് ശ്രീജിത്ത്. അപ്പോൾ വളരെ സാധാരണ പേരുകളല്ലേ, അങ്ങനെ കേട്ടാൽ ഹായ് എന്ന് പറയുന്ന രീതിയിലുള്ള അയ്യേ എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു എക്സ്ട്രീം ഉണ്ടാവണ്ടേ. നമുക്കൊക്കെ അങ്ങനെ ഇപ്പോൾ സാധാരണ 2 പേരുള്ള 2 ആൾക്കാരുടെ മക്കൾക്കെങ്കിലും നല്ല ഒരു അസാധാരണമായ പേരായിക്കോട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. ഞാൻ ഒറ്റയ്ക്കല്ലേ, ഞാനും എൻ്റെ ഭാര്യയും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. അപ്പോൾ സഞ്ജു എന്നാണ് വിളിക്കുക. അപ്പോൾ സഞ്ജു ഞാനും കൂടെ ആലോചിച്ച് അങ്ങനെ കുറേ റിച്ചുവിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ആൺ പെൺ പേരുകൾ ഇങ്ങനെ ഇൻ്റർനെറ്റിലും മറ്റും തിരഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് പെട്ടെന്ന് മനേകാ ഗാന്ധിയുടെ ബുക്ക് ഓഫ് സംസ്കൃത് നെയിംസ് എന്ന് പറഞ്ഞത്, ഹിന്ദു നെയിംസ് ഒരു ബുക്ക് വാങ്ങി. അത് മുഴുവൻ വായിച്ചിട്ടും എനിക്ക് അതിൻ്റെ അകത്ത് ഇഷ്ടപ്പെടുന്നൊരു പേര് കിട്ടിയില്ല. അങ്ങനെ കറങ്ങിത്തിരി കുറേ പേരുണ്ട് അതിൻ്റെ 3 ബുക്കാണ്. അങ്ങനെ റിജ് റഷ്വ എന്നുള്ള പേര്, റിജ് റഷ്വ. ഇത് ഫസ്റ്റ് ടൈം എല്ലാവർക്കും കിട്ടാറുണ്ട്. അതെ, അത് ഇല്ലില്ല, എല്ലാവരും 2 പ്രാവശ്യം ചോദിക്കാറുണ്ട്. പക്ഷെ അവൻ്റെ ക്ലാസ്സിലുള്ള അവൻ്റെ ഒപ്പം നിൽക്കുന്ന എല്ലാവർക്കും അവൻ്റെ പേര് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ കിട്ടാറുണ്ട്. കാരണം നമ്മുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാഹുൽ, രോഹിത് ഇതല്ലാത്തൊരു പേര് കേൾക്കുമ്പോഴേക്കും നമ്മൾ ട്യൂൺഡാണ്. ഒരു വേറൊരു ജനറേഷൻ ആണെങ്കിൽ ഗോപാലൻ, ഗോവിന്ദൻ എന്നൊരു പേരിൽ അപ്പുറത്തേക്ക് ആൾക്കാർക്ക് ചിന്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതല്ലാത്ത പെട്ടെന്ന് രാഹുൽ, രോഹിത് വന്നപ്പോൾ പൃഥ്വിരാജ് എന്ന് പറഞ്ഞപ്പോൾ എന്താ അങ്ങനെ ഒരു പേര് എന്ന് ചോദിക്കുന്നൊരവസ്ഥ. ഇന്ദ്രജിത്ത് എന്നൊരു പേര് എല്ലാവരും ചോദിച്ചു, ആ സമയത്ത് ചോദിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് ആൾക്കാർ ഇപ്പോൾ ചോദിക്കുന്നു, നാളെ ഇത് ചിലപ്പോൾ ഒരു പക്ഷേ ട്രെൻഡായാലും. റിജ് റഷ്വയുടെ മീനിങ് എന്താ? റിജ് റഷ്വയുടെ മീനിങ് ശക്തിയേറിയ കുതിരകളോട് കൂടിയവൻ എന്നാണ്. ഒരു പക്ഷേ സൂര്യൻ എന്നായിരിക്കാം അർത്ഥം. എൻ്റെ ഒരു ഇൻഫറൻസ് ആണ്. കാരണം ആൻ അലൈ ഓഫ് ഇന്ദ്ര, വൺ വിത്ത് പവർഫുൾ ഹോഴ്സസ്, അങ്ങനെയാണ് മീനിങ് എഴുതിക്കുക. അപ്പോൾ സൂര്യനായിരിക്കും. അപ്പോൾ റിജ് റഷ്വ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ പേര് രവിയാണ്, സൂര്യൻ എന്നാണ് അർത്ഥം. അപ്പോൾ അത് സാഹചര്യവശാൽ അത് രണ്ടും ഒന്നായി വന്നപ്പോൾ എന്നാൽ അത് തന്നെ എന്നങ്ങ് ഉറപ്പിച്ചു. അപ്പോൾ രണ്ടാമത്തെ ആൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനായി പോയി. ഇനി ഇതിനെ തോൽപ്പിക്കുന്നൊരു പേര് വേണ്ടേ? ഭയങ്കര കുഴപ്പമില്ല. അപ്പോൾ ആണാണെങ്കിൽ ഇത്, പെണ്ണാണെങ്കിൽ ഇത് എന്നുള്ള രീതിയിൽ ഞങ്ങൾ വേറെ കുറേ പേരുകളിലൊക്കെ പോയിട്ടാ, വജ്രഹസ്ത എന്നൊക്കെ പോയി. പക്ഷെ അത്രയ്ക്കൊന്നും പോകണ്ട. ചിലപ്പോൾ നമുക്ക് അടി കിട്ടുന്നതിനൊരു മയം വേണ്ടേ. അപ്പോൾ അത് കാരണം ഇപ്രാവശ്യം കുറച്ച് ഒതുങ്ങിയ പേരാണ്. അത്രത്തോളം ഒന്നും എത്തിയില്ല. കുറച്ചും കൂടി പറയാൻ പറ്റുന്നൊരു പേര് ഋതുഞ്ജയ് എന്നാണ് പേര്. ഋതുഞ്ജയ്. അത് കുറച്ചുകൂടെ കുഴപ്പമില്ല. ഈ ഞാൻ റിജ് റഷ്വയെ ആദ്യം ഈ പേര് പഠിപ്പിച്ചപ്പോൾ അവൻ എന്താ പറഞ്ഞത്? അവനൊന്നും പറഞ്ഞില്ല. അവനെ സംബന്ധിച്ചോളം അവന്റെ പേര് റിജ് റഷ്വ. കൊച്ചിലെ തൊട്ട് അത് കിട്ടിയോ? അവൻ ഈസി ആയിട്ട് പറയും, ഒരു കുഴപ്പമില്ല. അവൻ ഫസ്റ്റ് ടൈം ഈസി ആയിട്ട് പറഞ്ഞാണ്. അത് അവന്റെ ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരും പറയുമല്ലോ. അവന്റെ ടീച്ചേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ എന്ന് മാത്രം എനിക്ക് സംശയമുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സിലൊരു ബ്ലോക്കിൽ എൻ്റെ നോർത്ത് ഇന്ത്യയിലുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ പേര് ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് പറയുന്നുണ്ട്. കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ മകൻ്റെ പേര് ശ്ലോക്ക് എന്നാണ്. അപ്പോൾ നമ്മൾ ശ്ലോക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ അയ്യോ സ്ലോ എന്നൊക്കെ പറയണ്ടേ, ഭയങ്കര കഷ്ടപ്പാട്. അപ്പോൾ ഭയങ്കര കഷ്ടപ്പാടെന്ന് നമ്മളും വിചാരിക്കാറുണ്ട്. പക്ഷേ ഐ തിങ്ക് ഇപ്പോൾ അവർക്കും അങ്ങനെ എല്ലാവർക്കും എനിക്ക് തോന്നുന്ന ആ ഒരു ബ്ലോക്കില്ലാതെ ചിന്തിച്ചു കഴിഞ്ഞാൽ റിജ് റഷ്വ എന്ന് പറയുന്നത് 3 റിജ് റഷ്വ
അത്രയല്ലേ ഉള്ളൂ. എനിക്ക് കിട്ടി. കറക്റ്റായിട്ട് പറയുന്ന സിനിമയിൽ പറയുന്ന ഒരാളുണ്ട്, കറക്റ്റായിട്ട് പറയുന്നത് ആദ്യം കേട്ടപ്പോൾ തന്നെ കറക്റ്റായിട്ട് പറഞ്ഞ ഒറ്റ ആളുള്ളത് അത് ആസിഫ് അലിയാണ്. എനിക്ക് ശ്രീജിത്ത് ചേട്ടനോട് എത്ര ചോദ്യങ്ങൾ ചോദിച്ചാലും എനിക്ക് മതിയാവത്തില്ല. പക്ഷേ ഞാൻ അത്ര സെൽഫിഷ് ആകാൻ പാടില്ലല്ലോ. There are so many people waiting to ask you questions. So next question. Hello, I am Dr. Sijo Jose. I am working at Smiles International Smile Design Studio, Thrissur. എനിക്ക് ശ്രീജുവിനെ LKG മുതൽക്കേ അറിയാം. ഞങ്ങൾ ഒരുമിച്ച് ഒരേ സ്കൂളിലാണ് അന്ന് മുതൽക്ക് +2 വരെയും പഠിച്ചത്. ശ്രീജു ചെറുപ്പം മുതൽക്കേ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷെ അതേസമയം വളരെയധികം ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പയ്യനായിരുന്നു. ക്ലേ മോഡലിംഗ് ആയിക്കോട്ടെ, സ്പീച്ച് സെലക്യൂഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ആൾ പഠിക്കാനും നമ്പർ 1 ആയിരുന്നു. ക്ലാസ്സിൽ ഞങ്ങൾക്കൊക്കെ അസൂയ ഉണ്ടായിരുന്നത് ശ്രീജിത്തിനോടാണ്. കാരണം എല്ലാ കാര്യത്തിലും അദ്ദേഹം ഫസ്റ്റാണ്. സോ ആളുടെ ഫാദർ ഫിലിമിലായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ഏതെങ്കിലും ഒരു കാലത്ത് ആളും സിനിമയിലേക്ക് വരുന്നുള്ളത്. എൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കണ്ടൻറ്ററായിരുന്നു ശ്രീജു. കാരണം ഞങ്ങൾ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത് മോണാക്റ്റിലും അതുപോലെ തന്നെ ഫാൻസി ഡ്രസ്സിലാണ്. അപ്പോൾ ഫാൻസി ഡ്രസ്സിൽ ശ്രീജു എപ്പോഴും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരുമായിരുന്നു. ഞാൻ ശക്തൻപുരാനായിട്ട് വാളും വീശി വരുമ്പോൾ ശ്രീജു ഇദിയമീനായിട്ടാണ് വരുന്നത്, മാനേറ്റിംഗ് മാനായിട്ടാണ് വരുന്നത്. സോ അത് വളരെ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ശ്രീജുവിന് ഫസ്റ്റ് പ്രൈസ് കിട്ടും. അപ്പോൾ അന്ന് മുതൽക്കേ ശ്രീജു ആ ഫീൽഡിലോട്ടാണ് ഇൻക്ലിനേഷൻ എന്നുള്ളത് അറിയാമായിരുന്നു. ശ്രീജു, എനിക്കൊരു ഇൻസിഡൻ്റ് ആണ് ചെറുപ്പത്തിൽ നമ്മുടെ സ്കൂളിൽ വെച്ച് സംഭവിച്ചത് ഓർമ്മ വരുന്നത്. ഇറാഖും കുവൈറ്റും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് സ്കെഡും പേട്രിയറ്റ് മിസൈലിനെ കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടായിരിക്കും. അപ്പം അന്നേരം നിൻ്റെ ഒരു ഇന്നോവേറ്റീവ് ക്രിയേഷൻ നമ്മുടെ സ്കൂളിൽ കളിച്ചിരുന്നു. അതായത് കോമ്പസും ഡിവൈഡറും വെച്ചിട്ട്. അന്നേരം നമ്മൾ ഓരോരുത്തരുടെ ബെഞ്ചിലോട്ട് ഈ ഡിവൈഡറും തലതിരിച്ച് കോമ്പസും എറിഞ്ഞുകൊണ്ടിരുന്നിരുന്നു. അത് ചെന്ന് വീണത് സീതാറാമിൻ്റെ ടേബിളിലോട്ടാണ്. അന്ന് സീതാറാമിനെ നീ പൊക്കിയിട്ടിടിച്ചതൊക്കെ നല്ലോണം ഓർമ്മ കാണല്ലോ. അവിടെ നിന്ന് തൊട്ടിട്ട് നീ വിവരിച്ചോ? ഈ സിജോ ഒരു നടനാട്ടോ. ഞങ്ങളിപ്പോൾ കുറേ നടന്മാരെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഉണ്ണിയേട്ടൻ നടനാണ്. സിജോ വെള്ളിമുങ്ങയിൽ ഡോക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പുണ്യാള നഗർ ബത്തീസിൽ വക്കീലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ കണ്ടു. ഇനി ഞാനിപ്പോൾ അവൻ ചോദിച്ചുകൊണ്ട് എന്തായാലും ഈ പരിപാടി അവൻ കാണുന്നതുകൊണ്ട് പറയാമെന്ന് വിചാരിക്കരുത്. എനിക്ക് തോന്നുന്നത് ഗിവൺ എ ചാൻസ് അയാൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ആക്ടറാണ് ബേസിക്കലി. കാരണം ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ സ്ട്രോങ് കണ്ടന്റേഴ്സ് ആയിരുന്നു. ഞങ്ങളുടെ ബോൺ ആക്ട് വേദികളിലായാലും ഈ പറഞ്ഞ പോലെ ഫാൻസി ഡ്രസ് വേദികളിലായാലും. ഫാൻസി ഡ്രസ് ഹരിശ്രീയുടെ ഫാൻസി ഡ്രസ്സിന് ചെറിയൊരു ആക്ടിങ് ഓറിയന്റേഷൻ ഉണ്ട് കേട്ടോ. കാരണം സാധാരണ ഫാൻസി ഡ്രസ്സ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളത് വേഷം മാറി വരിക എന്ന് മാത്രം. പ്രശ്നം വേഷം മാത്രമല്ല, ഒരു ആക്ടിങ് കൂടി ഉണ്ടാവും. ദർ വിൽ ബി എ ഡയലോഗ് ടു ബി പ്രസന്റഡ്. അപ്പോൾ ഞാൻ ഇദിയമീനായിട്ട് പോയപ്പോൾ ഞാൻ സ്കൂളിലേക്ക് കയറുന്നത് തന്നെ ഒരു 8-10 ഷർട്ടൊക്കെ എടുത്തിട്ട് വയറൊക്കെ ചാടിച്ച് ഒരു 7-8 പാൻറ്റൊക്കെ കയറ്റി തടിയൊക്കെ വരുത്തി വലിയ ബൂട്ടൊക്കെ ഇട്ടിട്ട് ആൾക്കാർക്ക് ഞാനാണെന്ന് മനസ്സിലായില്ല. എൻ്റെ ഞാനൊരു എനിക്ക് തോന്നുന്നു 9th ഒക്കെ പഠിക്കുന്ന അപ്പോൾ മുടിയൊക്കെ പറ്റയൊക്കെ അടിച്ച് ഭയങ്കര രസമായിരുന്നു. രണ്ട് കഷ്ണം ആപ്പിൾ കട്ട് ചെയ്തിട്ട് വായയുടെ ഉള്ളിൽ എന്നുവെച്ചാൽ ഇങ്ങനെ കവളിങ്ങനെ വീർത്തി മറ്റേ ഇങ്ങനെ ഒട്ടിയ കവളൊക്കെ ആയിരുന്നു അന്ന് പണ്ട് ചെറുപ്പത്തിലാണല്ലോ. അപ്പോൾ പിന്നെ ഈ 2 കഷ്ണം ആപ്പിൾ ഇവിടെയും കയറ്റി ഇത് വെച്ച് ഡയലോഗും പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇത് യമീൻ ടെറർ ഓഫ് ഉഗാണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ സമയത്ത് സ്ട്രോങ് കണ്ടന്റർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഫിറ്റ് ടു ബി ഇൻ സിനിമ എനിഡേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ചെറിയ സാമ്പിളുകളാണ് അയാളുടെ. ഇപ്പോൾ സ്മൈൽസിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ എളിമ കൊണ്ട് പറഞ്ഞതാണ്. അയാളുടെ സ്വന്തം സ്ഥാപനമാണ്. ഹിസ് ജോബ് ഇസ് ടു മേക്ക് സ്മൈൽസ് ലുക്ക് ഗുഡ്. അപ്പോൾ അയാൾ അങ്ങനത്തെ ഒരു പല്ലിൻ്റെ മുകളിൽ അങ്ങനെ പണിയെടുക്കുന്ന ഒരാളാണ്. ഒരു കലാകാരനാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ബേസിക്കലി അയാൾ കലാകാരനാണ്. അപ്പോൾ ഈ പല്ലുമ്മേ പണിയെടുത്ത ഒരു ആർക്കിടെക്ചർ ജോബ് പോലെയാണ് അയാൾ പല്ലിൻ്റെ ഭംഗി വരുത്തുന്നത്. നല്ല ചിരി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് സ്മൈൽ ഡിസൈനിങ്. അപ്പോൾ അതാണ് അയാളുടെ ജോലി. അപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു വെയ്ഗ് മെമ്മറി മാത്രമേ ഉള്ളൂ അതിനെ പറ്റിയിട്ട്. കാരണം നമ്മൾ അങ്ങനെ വലിയ കൊളർ ടൈമൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടില്ല. കൊളർ ടൈമുകൾ പറഞ്ഞു ഇതിൽ കോമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡെസ്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുറക്കുന്നു. ഈ നമ്മുടെ എന്ന് പറയുന്നത് എൻ്റെ മോൻ ഇപ്പം ഞങ്ങളുടെ എന്നുള്ളതിന് നമ്മുടെ എന്ന് പറയാം. മോൻ എന്ന് പറഞ്ഞാൽ മൂത്ത മോൻ, വർത്താനം പറയുന്ന മോൻ എന്ന് പറഞ്ഞാൽ അവൻ മാത്രമേ ഉള്ളൂ. മറ്റേ 5 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഈ ഡെസ്ക് ഇങ്ങനെ പൊന്തിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ബുക്സ് ഒക്കെ വെക്കുന്ന ഡെസ്ക് അടിയിൽ ബുക്ക് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലവും മോൾ ഭാഗം ഇങ്ങനെ പൊന്തിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യാം.
ഓക്കെ ഓക്കെ. ബോർഡ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മേത്ത് കൊള്ളും. അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ടതിന്. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ യുദ്ധം എന്ന് പറയുന്നത്. വാർ സോൺ ആയിരുന്നു. വാർ സോൺ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഭീകരമായ യുദ്ധം നടക്കുന്ന സമയത്ത് ഇത് മിസ്സായിട്ട് നേരെ പോയിട്ട് സീതാറാം എന്ന് പറഞ്ഞ കക്ഷി എന്ന് പറയുന്നത് ഇന്ന് രാജേഷ് എന്ന് പറയുന്ന കല്യാൺ ജ്വല്ലേഴ്സിന്റെ മുതലാളിയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവൻ ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആണ്. അപ്പോൾ അന്ന് ഇവൻ ഇങ്ങനെ ഒരു ഭയങ്കര മുതലാളി ആവുമെന്നൊന്നും വിചാരിച്ചിട്ട് ഞാൻ അന്ന് അറിഞ്ഞ് ഞാൻ ഒരു പക്ഷെ ഒരിക്കലും ഞങ്ങൾ ഒരു ഉടക്കിൽ വരുമായിരുന്നില്ല. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്ലെയിനൊക്കെ വാങ്ങി വലിയ സെറ്റപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്നത്തെ വല്ല ഓർമ്മയുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും ആ പ്ലെയിനിൽ നിന്നൊരു സ്ഥലം വരെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്യില്ല. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം രാജേഷ് ഇൻസ്പൈറ്റ് ഓഫ് ബീങ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ സക്സസ്ഫുൾ ഈ മണി എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനമാണ്. അങ്ങനെ ഒരു സക്സസ് തലയ്ക്ക് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ് പേഴ്സൺ ആയിട്ട് പോലും ഹീ സ്റ്റിൽ ബിലീവ്സ് ഇൻ ഗുഡ് ഫ്രണ്ട്ഷിപ്പ്. ലൈക്ക് അപ്പോൾ ഇന്നും നാളെ ഞാൻ എടാ മോനെ എൻ്റെ ഒന്ന് സീതാറാമ എന്നെ ഒന്ന് അത് ഞങ്ങൾ സീതാറാം എന്ന് വിളിക്കാം, രാജേഷ് എന്നാണ് പേര്. അപ്പോൾ സീതാറാമ എന്നെ ഒന്ന് മറ്റേ എനിക്ക് മധുരൈ വരെ ഒന്ന് പോകണം, എനിക്ക് ഷൂട്ടുണ്ട്, ഒന്ന് കൊണ്ടാക്കി തരുമെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അവൻ്റെ ഫ്ലൈറ്റിൽ കയറിയിട്ട് അവൻ കൊണ്ടാക്കി തരും. അപ്പോൾ ഈസ് ആസ് ഗുഡ് ഈസ് എ വെരി ജെം ഓഫ് എ പേഴ്സൺ, വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. അപ്പോൾ അന്ന് അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അടി ഒന്നായിരുന്നു. എനിക്ക് തോന്നുന്നു അതാണ് സിജോന് ഇത്രയും ഓർമ്മ വന്നു. ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ചരിത്രത്തിൽ ഞങ്ങൾ 9ാം ക്ലാസ്സും 10ാം ക്ലാസ്, അതായത് ഞങ്ങളുടെ ജസ്റ്റ് ജൂനിയർ ബാച്ചായിട്ട് സ്ഥിരം അടികൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞങ്ങളുടെ അകത്ത് ഒരു ഇന്റേണൽ ബിഗ് ഫൈറ്റ് സംഭവിച്ചത് ആദ്യമായിട്ട് അന്നാണെന്ന് തോന്നുന്നു. അത് ഭയങ്കര അടിയായിരുന്നു. ഡെസ്ക് ഒക്കെ മറിച്ചിട്ട് അല്ല, മാർക്ക് അതിന് മുമ്പേ കിട്ടിയതാണ് പഴയത്. അത് ഞാൻ തന്നെ ഓടുമ്പോൾ ഞാൻ വീണിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ മാർക്ക്. അപ്പോൾ പിന്നെ വലിയ വലിയ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഒരു വെട്ടുണ്ട്. കുറെ ആൾക്കാർക്കുണ്ട്. പൃഥ്വിരാജനുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ നോക്കിയിറക്കാം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ബഹളമയമായ അന്തരീക്ഷത്തിന് ശേഷം അന്ന് നളിനി മിസ് ആയിരുന്നില്ല അന്ന് പ്രിൻസിപ്പൾ, ഇന്ദിരാ ഭാസ്കർ ആയിരുന്നു അന്ന് പ്രിൻസിപ്പൾ. അപ്പോൾ ആ സമയത്ത് ആവശ്യത്തിൽ കൂടുതൽ ആദ്യമായിട്ടാണ് പേരൻസിനെ വിളിച്ചുകൊണ്ടുവരേണ്ട ഒരു അവസ്ഥയൊക്കെ എൻ്റെ സ്കൂൾ ചരിത്രത്തിലുണ്ടായിരുന്നു. അതിന് മുമ്പ് ഒരിക്കൽ ഞങ്ങൾ അസംബ്ലി കഴിഞ്ഞ് ഞാൻ 4 കാലിൽ മുകളിലേക്ക് കയറുന്നത് മംഗള മിസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ മിസ് പിടിച്ചിട്ട് എന്നെ പിടിച്ച് നളിനി മിസ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നളിനി മിസ് പ്രിൻസിപ്പളായ സമയത്ത് നളിനി മിസ്സിൻ്റെ അടുത്ത് പോയപ്പോൾ നളിനി മിസ് പറഞ്ഞു വെരി ഗുഡ്. ഞാൻ വിചാരിച്ചത് ശ്രീയത്തിന് മിസ്റ്റിഫ് ഒന്നും ഇല്ല എന്നാണ്. ഇന്നത്തോടെ മനസ്സിലായി, നല്ല മിസ്റ്റിഫുള്ള കുട്ടി ആവാൻ സാധ്യതയെങ്കിലും ഉണ്ടെന്ന് മനസ്സിലായി. വെരി ഗുഡ് എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. അപ്പോൾ അങ്ങനെ പ്രിൻസിപ്പളായിരുന്നു നളിനി മിസ്. അപ്പോൾ എന്നിട്ട് ഇതങ്ങനെ പോയില്ല, കാരണം തരക്കേടില്ലാത്ത ഇടി കൂടിയിട്ടുണ്ടായിരുന്നു. അത് കാരണം ഇന്ദിരാ മിസ് അങ്ങനെ വിട്ടില്ല. അച്ഛനൊക്കെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് അത് അന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. പക്ഷെ അന്ന് വില്ലത്തരം കാണിച്ച എല്ലാവരും ഇന്നും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. എന്തൊരാവശ്യം വന്നാലും നേരത്തെ പറഞ്ഞു, ഇപ്പോൾ സിനിമയിലുണ്ടോ ചോദിച്ചു. സിനിമയിൽ അങ്ങനത്തെ ഒരു സുഹൃത്തുബന്ധം വളർന്നു വരുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2nd ക്ലാസ് യാത്ര ചെയ്തപ്പോഴാണ് ജോജോ ആയിട്ടും ജമ്പനായിട്ടും വിനീതൊക്കെ ആയിട്ട് അങ്ങനെ രീതിയിലുള്ളൊരു ബന്ധം ഡെവലപ്പ് ചെയ്ത് വരാൻ തുടങ്ങിയത്. അപ്പോൾ ദ മോർ വി വർക്ക് ടുഗദർ ഐ തിങ്ക് അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പായി വരും ഞാൻ വിശ്വസിക്കുന്നു. ഭാവിയിൽ എന്താകുന്നു എന്നുള്ളതെല്ലാം ആദ്യം തൊട്ടേ തുടങ്ങുന്നുണ്ട്. ഇപ്പം വില്ലനായിട്ട്, പിന്നെ ഈ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് അന്നേ ചെയ്തു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഈദി അമീൻ, എനിക്ക് ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ശിവരശൻ, ഓ മൈ ഗോഡ്, ബ്രില്യന്റ്. ഞാൻ ശിവരശന്റെ കാര്യം പറയുമ്പോൾ മേജർ രവി എന്നെ ആദ്യത്തെ സിനിമയിൽ കീർത്തിചക്രയിൽ എന്നെ കാസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ സിനിമ തുടങ്ങിയ കാലഘട്ടത്തിലാണ്. അപ്പോൾ അദ്ദേഹം എന്നെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ സാഹചര്യവശാൽ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ട് എനിക്ക് കാശ്മീരിലേക്ക് പോകാൻ പറ്റിയില്ല. വേറൊരു സിനിമയുടെ ഒരു ഡേറ്റ് ക്ലാഷ് ഉണ്ടായിരുന്നു. പക്ഷെ ആ സിനിമ അത് കാരണമല്ല, അവരെന്നെ ഫ്ലൈറ്റിൽ അങ്ങോട്ട് എത്തിക്കാൻ, ഇത് ഷൂട്ട് തീർന്നില്ല. അപ്പോൾ എന്താണ് ആഴ്ചയിൽ ഒരു ട്രെയിനേ ഉള്ളൂ ജമ്മുവിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൽ എനിക്ക് പോകാൻ പറ്റാതെ വന്നപ്പോൾ നെക്സ്റ്റ് വീക്ക് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇവരെന്നെ ഈ ഷൂട്ട് ഒരു 3 ദിവസം കൂടി എക്സ്റ്റെൻഡ് ആയതുകൊണ്ട് എന്നെ ശ്രീനഗറിലേക്ക് ഫ്ലൈറ്റിൽ എത്തിക്കാമെന്നൊക്കെ ഇവർ വാഗ്ദാനം ചെയ്തു. അന്നത്തെ പൊട്ടത്തരത്തിന് ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. ഈ ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെയും വിളിച്ചാൽ കിട്ടില്ല. അവസാനം ഞാൻ എൻ്റെ കാശ് കൊടുത്ത് ഞാൻ ഡൽഹിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്കിൽ അത് മിസ്സായി. ആ റോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ആ സമയത്ത് എന്തോ ഒരു അഭിപ്രായം വന്നു, ഞാൻ ആ സിനിമയിൽ ഞാനായിട്ട് വേണ്ടെന്ന് വെച്ചാണെന്ന് രവിയേട്ടൻ അങ്ങനെ തോന്നിയിട്ട് രവി സാർ അന്ന് ഭയങ്കര പ്രയാസത്തിലായിരുന്നു ഞാൻ പിന്നീട് അറിഞ്ഞു. ഞാൻ അറിഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല അത്. പക്ഷെ ഭാഗ്യത്തിന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു സ്പേസ് പിന്നീട് എപ്പോഴോ കിട്ടി. അത് കിട്ടിയതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് വന്ന പ്രോജക്റ്റാണ് ശിവ. അപ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമ്മളെപ്പറ്റി തെറ്റായ അഭിപ്രായം പറയുന്ന ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും രീതിയിൽ
കാരണം ഇത് പറഞ്ഞത് ആൾക്കാർ വേറെ ആൾക്കാരാണ്. രവി എനിക്ക് തോന്നുന്നു മേജർ രവി അത് അറിഞ്ഞിട്ട് പോലുമില്ല. എങ്ങനെയാണ് ഞാനിത് ഞാൻ വേണ്ടെന്ന് വെച്ചത് അല്ലാന്ന് അറിഞ്ഞതെന്ന് ഞാൻ നേരിട്ട് പോയിട്ട് പറയുമ്പോഴാണ് ഞാനല്ല വേണ്ട വെച്ചത്, ഇങ്ങനെയാണ് സംഭവിച്ചത്, ഇങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ ഗെറ്റ് കീർത്തി ചക്രയിൽ എനിക്ക് തരുമായിരുന്ന റോളിനേക്കാൾ ബിഗർ റോളായിരുന്നു എനിക്ക് ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ആയിരുന്നു ശിവരച്ചൻ എന്നെ സംഭവിച്ചത്. അപ്പോൾ എനിക്ക് എപ്പോഴും പ്ലസ് ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ കുറ്റപ്പെടുത്തലുകൾ ഒരു സൈഡിൽ കൂടെ നമ്മളറിയാതെ പാരയായിട്ട് വരുമ്പോഴും എനിക്ക് പ്ലസ് നല്ലതിനെ സംഭവിച്ചു. Okay, now we are also going towards something good, something better. Another question. ഹായ് ശ്രീജു, നമ്മുടെ ജീവിതത്തിൽ ഫോണിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ രണ്ടുപേരും ഒരുപാട് ഫോൺ ഉപയോഗിക്കുന്നവരാണ്. ആദ്യമായിട്ട് ഞാൻ ഫോണിലാണ് പരിചയപ്പെടുന്നത്. എനിക്ക് പക്ഷേ ആരാന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരുപാട് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുമ്പോൾ അപ്പുറത്തുള്ള ആളെക്കുറിച്ചൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ. ആ ഒരു ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടോ അതോ അതിലും താഴെയാണോ? എൻ്റെ ദൈവം, എൻ്റെ ഭാര്യയാണ്, എൻ്റെ മോനാണ് കൂടെ മൂത്തയാള് ഋജ്രശ്വ. സഞ്ജു ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ ലവ് സ്റ്റോറി. ഞങ്ങളുടെ ലവ് സ്റ്റോറി എങ്ങനെയാണ്? 100% ലവ് സ്റ്റോറിയാണ്. ഈ പറഞ്ഞ പോലെ ഫോണിലാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. അപ്പോൾ അപ്പുറത്തുള്ള ആളാണെന്ന് നമുക്കറിയില്ല. നമുക്ക് ഈ ഇമേജസ് സൃഷ്ടിക്കാനുള്ളൊരു കഴിവ് ദൈവം തന്നതുകൊണ്ട് നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ നമ്മൾ മനസ്സിൽ സ്വാഭാവികമായിട്ടും അന്നത്തെ പ്രായത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിച്ചു അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. ഏത് പ്രായത്തിലായിരുന്നു? എനിക്ക് നല്ല വയസ്സൊക്കെ ഉണ്ടായിരുന്നു, 30 വയസ്സ്. എൻ്റെ കല്യാണാലോചനകൾ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഒരു 29-30 ഒക്കെ നടക്കുന്ന സമയത്താണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിളി വരുന്ന ഒരു കിളിനാഥം അപ്പുറത്ത് കേൾക്കുന്നു. സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് ഇൻട്രസ്റ്റഡ് ആയി എന്നുള്ള സത്യം. പക്ഷെ ആളാരാന്നറിയില്ല. നേരിട്ട് കണ്ട ആളാരാണെന്ന് റിവീൽ ചെയ്തെന്ന് പറഞ്ഞു. പിന്നീട് റിവീൽ ചെയ്തപ്പോൾ പോലും ഞങ്ങൾ നേരത്തെ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ എനിക്ക് ആളുടെ പേരോ കാര്യങ്ങളൊന്നും എനിക്ക് അന്ന് രജിസ്റ്റർ ആയിട്ടുമില്ല, പറഞ്ഞ് സംസാരിച്ചിട്ടുമില്ല. ഞങ്ങൾ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ആണ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് രൂപം അപ്പോഴും എനിക്ക് അങ്ങോട്ട് കണക്റ്റ് ആയിട്ടില്ല. പക്ഷെ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ മുകളിലാണോ കുറവാണോ ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം വിഷ്വലി ഇത് നമുക്കെപ്പോഴും ആസ് മെൻ ആദ്യത്തെ കാഴ്ചയിൽ ആദ്യത്തെ ശബ്ദം ഇറ്റ് ഈസ് എ ഫിസിക്കൽ അപ്പിയറൻസ് അറ്റ് ഫസ്റ്റ് കണക്ട്. അതാണ് കണക്ട് ചെയ്യുക ആദ്യം. ആളെങ്ങനെയാന്നുള്ളതൊക്കെ അത് അറിയുന്നത് പിന്നീടാണ്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഫോർ മീ ഇത് കുറേ സംസാരിച്ച് കഴിഞ്ഞതുകൊണ്ട് ആളെങ്ങനത്തെ ആളാണെന്നൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഐ തിങ്ക് എൻ്റെ ഒരു തോന്നലാണ്, ഐ തിങ്ക് ഇത്രയും സുന്ദരി അല്ലായിരുന്നെങ്കിൽ പോലും കുറച്ചൊക്കെ സൗന്ദര്യമുള്ള ഒരാളാണെങ്കിൽ പോലും ഐ വുഡ് ഹാവ് സെഡ് സജിത, സഞ്ജു, യു ബി മൈ വൈഫ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇപ്പോൾ പല ആൾക്കാരും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം എന്ന് പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം ഐ തിങ്ക് ഐ എം വെരി ലക്കി പേഴ്സൺ ദാറ്റ് ഐ ഗോട്ട് എ വൈഫ് ലൈക്ക് സഞ്ജു. ഞാൻ ഇത് പരിപാടി കാണുന്നതുകൊണ്ട് പറയാമെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ ഇത് സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് പറയുന്നത്. കാരണം ആസ് മെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ജനറലായിട്ട് പറയല്ല, നമുക്ക് നമ്മുടേതായ എല്ലാ ശീലങ്ങളും കൊള്ളരുതായ്മകളും ദുശ്ശീലങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ മറക്കാനും പൊറുക്കാനും കഴിവുള്ളൊരു ഭാര്യയെ എനിക്ക് തരിക എന്ന് പറയുന്നത് ദൈവം എനിക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് വയ്യ, ഇനി സഞ്ജു ചേച്ചിക്ക് ഇത് കൂടുതലൊന്നും കേൾക്കാനില്ല. മിക്കവാറും ശ്രീജിത്തേട്ടൻ വീട്ടിൽ ചെല്ലുമ്പോൾ കാണത്തില്ല, ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യൽ ട്രീറ്റ്. എന്താ ഫേവറേറ്റ് ഫുഡ്? എന്താ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫേവറേറ്റ് ഫുഡൊന്നുമില്ല സത്യമായിട്ട്. ഐ ലവ് എവറിത്തിങ് ദാറ്റ് ഇസ് സ്വീറ്റ്. I'm a sweet person. I'm a sweet person. I'm a very sweet person. I like chocolates. സ്വീറ്റ് ആയിട്ടുള്ള എന്തും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ ചോക്ലേറ്റ് മേടിച്ചു വെച്ചേനെ. സാരമില്ല, ഐ തിങ്ക് ദ ഇന്റർവ്യൂ ഇസ് സ്വീറ്റ് ഇനഫ് അല്ലേ? Interview sweet. Sweet ആണ്. So we have another sweet question coming up for you. Okay. There we go. ഇനി റിച്ചുവിന് എന്തോ ചോദിക്കാനുണ്ട്. ചോദിക്കാനുള്ള അവിടെ നോക്കി. ഒരു ദിവസം ഒരു ഹണ്ടർ ഡെസേർട്ടിൽ പോയിട്ട്
ആ ഹണ്ടറിന് ഒരു ഹാമർ മാത്രാണു. അയാൾക്ക് നല്ലോണം വിശപ്പുണ്ടായിരുന്നു. പക്ഷെ അയാളുടെ വിശപ്പ് മാറ്റി. അതെങ്ങനെ? ഇത് നേരത്തെ അറിയാവുന്ന ചോദ്യമാണോ? എനിക്ക് നേരത്തെ അറിയാവുന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ എനിക്ക് ഉത്തരം കിട്ടില്ല. എനിക്ക് പക്ഷെ ചോദ്യം മനസ്സിലായില്ല കേട്ടോ. ചോദ്യം ഞാൻ പറഞ്ഞ ചോദ്യം ഇതാണ്. ഒരു ഹണ്ടർ, അപ്പൊ ഞാൻ ചോദിക്കാം, ഞാൻ അങ്ങോട്ട് ചോദിക്കാം. എന്റെ മോന്റെ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഞാൻ പറയാം. ഒരു ഹണ്ടർ ഒരു ഡെസേർട്ടിൽ കൂടെ നടക്കുകയായിരുന്നു. അയാളുടെ കയ്യിൽ ഒരു ഹാമർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഫുഡൊന്നുമില്ല അയാളുടെ കയ്യിൽ. അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് നല്ലോണം വിശന്നു. പക്ഷെ അയാൾ വിശപ്പ് മാറ്റി. അതെങ്ങനെയാണെന്ന് ചോദ്യം. ഭയങ്കര ചോദ്യം. അറിയില്ല. അപ്പോൾ എൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ആ ഹാമർ കൊണ്ട് അയാളുടെ തലയ്ക്ക് തന്നെ അടിച്ചു. അപ്പോൾ കിളി പോയി. അപ്പോൾ കിളിയെ പിടിച്ചിട്ട് എടുത്തു. അപ്പോൾ ഞാൻ വേറെ ഒന്നുമില്ല. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, ആസ് ഐ സിറ്റ് ഹിയർ നൗ എന്ന് പറയുന്നത്, ഇപ്പോൾ സിനിമ സംഭവിച്ചു, TG രവിയുടെ മകനായി ജനിച്ചു, ഇതൊക്കെ സന്തോഷങ്ങൾ തന്നെയാണ്. പക്ഷേ റിച്ചു, ഋതുഞ്ജയ് എന്ന് പറയുന്ന 2 കുട്ടികളാണ് എന്നെ സംബന്ധിച്ചോളം എൻ്റെ ലൈഫിലെ അസറ്റ് എന്ന് പറയുന്നത്. ഇഫ് ദേ ആർ നോട്ട് ദെയർ, അത് എന്താ പറയുക, മക്കളെന്ന് പറയുന്നതിൻ്റെ അപ്പോഴാണ് നമുക്ക് നമ്മുടെ അച്ഛനെയൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന. അപ്പോഴാണ് നമ്മൾ അച്ഛനൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ പറയണം നിങ്ങൾക്ക് മക്കളുണ്ട്. ചിലപ്പോൾ നമ്മൾ അച്ഛന്മാരൊക്കെ ആയിട്ട് നമ്മൾ വഴക്കൂടും. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗ്രോയിങ് അപ്പ്. എനിക്ക് തോന്നുന്നു എല്ലാ മക്കളും ഒരു സ്റ്റേജിൽ അച്ഛൻ ഭയങ്കര ഹീറോ ആയിരിക്കും, ഒരു സ്റ്റേജിൽ അച്ഛൻ ഭയങ്കര വില്ലനായിരിക്കും. പിന്നെ കുറേ കഴിയുമ്പോൾ വീണ്ടും ഇത് സൈക്കിൾ റിപ്പീറ്റ്സ്. അപ്പോൾ അങ്ങനെ എൻ്റെ അച്ഛൻ ഹീറോ ആണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ശരിക്കും എൻ്റെ മക്കൾ തന്നെ ഒരു കാലത്ത് കുറേ നാൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അച്ഛൻ പറയുന്നത് ശരിയല്ല എന്നൊക്കെ വിചാരിച്ച കാലഘട്ടം എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുടെ പോലെ തന്നെ. പക്ഷേ അച്ഛൻ അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ കൃത്യം അതിൻ്റെ ശരിക്കും പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് 100% മനസ്സിലാക്കിയത് എൻ്റെ മക്കൾ എന്നെ പഠിപ്പിച്ചപ്പോഴാണ്. അപ്പോൾ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ. എൻ്റെ ശ്രീജിത്തയുടെ ആ ചോദ്യം ഒരു ഭയങ്കര ചോദ്യമായിപ്പോയി. ഞാൻ ഒരു പോയിന്റിൽ വിചാരിച്ചു എനിക്ക് ബുദ്ധിയില്ല എന്ന് വേറെ ആരെങ്കിലുമൊക്കെ വിചാരിക്കുന്നു. പക്ഷേ ഉത്തരം കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി. പക്ഷേ എന്നോട് ഇത്രയും ഭീകരമായ ഒരു ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് ഞാൻ കുറച്ച് GK ക്വസ്റ്റ്യൻസ് ഇപ്പം വന്നപ്പോൾ തൊട്ട് പലരും പറഞ്ഞ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശ്രീജിത്തേട്ടൻ വളരെ ഇൻ്റലിജൻ്റ് ആണ്, സ്മാർട്ടാണ്, NIT-യിൽ റാങ്ക് മേടിച്ച് എൻട്രി കിട്ടിയ ആളാണ്. അപ്പോൾ ഞാനതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാം. പക്ഷേ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ശ്രീജിത്തേട്ടൻ്റെ ഫിലിംസിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഇതിന് മാർക്സ് ഉണ്ട്. ഈ മാർക്സ് 50-ലാണ്. ഓരോ ചോദ്യം 10 മാർക്ക് വീതം, 5 ചോദ്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെടിവഴിപാട് സിനിമയിലെ ഭാര്യയുടെ പേര്? വിദ്യ. വെരി ഗുഡ്. അതല്ല എൻ്റെ ചോദ്യം. ഭാര്യ എന്ന വിദ്യ പഠിപ്പിക്കുന്നത് ഏത് ലാംഗ്വേജാണ്? ഫ്രഞ്ച്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ചിത്രത്തിലെ ആദ്യ സുഹൃത്തിന്റെ പേര്? അതിനകത്തെ കഥാപാത്രത്തിന്റെ സുഹൃത്തായിട്ടാണല്ലോ സൈജു ചേട്ടൻ ചെയ്ത കഥാപാത്രം. സൈജു ചേട്ടന്റെ കഥാപാത്രത്തിന്റെ പേര്? ഉണ്ണിക്കേശവൻ. ഉറപ്പാണോ? അതെ. അപ്പൊ എനിക്ക് തെറ്റിപ്പോയോ? അതെ, ഉണ്ണിക്കേശവൻ. സൈജുവിന്റെ ക്യാരക്ടർ ഉണ്ണിക്കേശവൻ. കറക്റ്റാണോ? താൻ ഉണ്ണിക്കേശവനല്ല ഉണ്ണിക്കൊശവനാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. ലൗഡ് സ്പീക്കർ ഫിലിമിലെ? എനിക്ക് യാതൊരു ഓർമ്മയുണ്ടാവാൻ സാധ്യതയില്ല. ഇല്ല? അയ്യോ, ഇത് അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ ടഫ് ചോദ്യം ചോദിക്കാൻ. ഇത് ഈസിയാ, സാരമില്ല. ഓക്കെ, ലൗഡ് സ്പീക്കർ ഫിലിമിലെ നമ്മുടെ മൈക്കില്ലേ, മൈക്കിന്റെ എന്താണ് ശ്രീജിത്തേട്ടൻ മോഷ്ടിച്ചത്? മൈക്കിന്റെ കൂടെ എപ്പോഴും ഒരു സാധനമല്ലേ ഉള്ളൂ. പക്ഷെ മോഷ്ടിക്കുന്നില്ല, തട്ടിക്കളയുന്നല്ലേ ഉള്ളൂ. നിങ്ങളത്
അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. ശരി തന്നെ, അടിച്ചു മാറ്റി പോയി. ശരി, എന്നാലും അത് കറക്റ്റാണ്. ശരി, അല്ല ഞാൻ ആലോചിക്കുന്നത് ഇതിന് ഇല്ല, ഇത് എന്റെ ക്ലൂവോട് കൂടിയല്ലേ. ഞാൻ അര മാർക്ക് തരുന്നുള്ളൂ, 10 മാർക്സ് അല്ലേ, 5 മാർക്സേ തരുന്നുള്ളൂ കേട്ടോ. ആ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ശിവരശൻ എന്ന കഥാപാത്രം, ശിവരശനെ വിളിക്കുന്നത് വൺ നൈറ്റ് ജാക്ക് എന്നാണ്. ശിവരശന്റെ ഏത് കണ്ണിനാണ് പ്രശ്നം? കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടതല്ലേ ശിവരശനായിട്ട്, അപ്പോ ഒന്ന് ഓർത്ത് നോക്കൂ. ഇങ്ങനൊക്കെ കാണിക്കുന്നു. ഏത് കണ്ണാ ഒട്ടിച്ചാന്ന് ആലോചിക്കും. റൈറ്റ് ഐക്ക് കണ്ണില്ല. തെറ്റിപ്പോയി. അയ്യോ ശരി, എനിക്ക് പേടിയുണ്ടായിരുന്നു എല്ലാം ശരിയാക്കുമെന്ന്. ഓക്കെ, സോറി. ശ്രീജിത്തേട്ടാ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഈസിയാ. ഇത് നേരത്തെ നമ്മുടെ ഇതിന്റെ ഇടയിൽ വന്നപ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഉത്തരം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 10 മാർക്ക് തരാം. എന്നാലും ഞാൻ ചോദിച്ചേക്കാം, ചോദിച്ചില്ല എന്ന് വേണ്ട. പ്രാഞ്ചിയേട്ടനിൽ അച്ഛൻ ചെയ്ത കഥാപാത്രത്തിന്റെ പേര്? പുതുപ്പേട്ടൻ. പക്ഷേ 15 മാർക്സ് പോയി. അപ്പൊ നമുക്കിപ്പോ എത്ര മാർക്കുണ്ട്? 35 മാർക്ക്. ഇതില് 35. നമ്മൾക്ക് നേരത്തെ 30. 65 കുറഞ്ഞു പോയി. 100-ൽ 65. എന്നാലും ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഉണ്ട്, പോട്ടെ, സാരമില്ല. എന്താണെങ്കിലും സ്മാഷ് ചെയ്തില്ല എന്ന് പറയും. സ്മാഷ് ചെയ്യാന്ന് പറയാം. നല്ല സ്കോർ, നന്നായി സ്കോർ ചെയ്താൽ സ്മാഷ്ഡ്. ഓക്കെ, ഇത് ഒരു സ്മാ വരെ അതെ, സ്മാഷ്ഡ് ഇല്ല. അപ്പൊ ശ്രീജിത്ത് ഏട്ടൻ നന്നായിട്ട് അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് 65 മാർക്സ് മേടിച്ചിരിക്കുകയാണ്. അല്ല, ഇനി ശ്രീജിത്ത് ഏട്ടനോട് ഒരു ചോദ്യം കൂടെ ചോദിക്കാനായിട്ട് ഒരാൾ വരുന്നുണ്ട്. എൻ്റെ പേര് ഉണ്ണി. ഞാൻ രവേൻ്റെ കൂടെ 10-30 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ശ്രീജുവും കൂടെയായിട്ട് ഞങ്ങളിപ്പോൾ ഒരുമിച്ചാണ് കമ്പനി കാര്യങ്ങൾ കൊണ്ട് നടന്നിരുന്നത്. ഇപ്പോൾ ശ്രീജുവിനെ മറ്റേ പുണ്യാളം വന്നതിന് ശേഷം ഇത്തിരി തിരക്കൊക്കെ ആയിപ്പോൾ ഞങ്ങളാണിപ്പോൾ നോക്കുന്നത്. ഇപ്പോൾ ആൾക്ക് പുള്ളിയെ കിട്ടാനില്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലാണ് ഞങ്ങളിരിക്കുന്നത്. കണക്കൊക്കെ നോക്കാൻ വരാമെന്ന് പറയും, പക്ഷേ വരവൊന്നുമില്ല. ഫോണിൽ കൂടുതൽ കണക്ക് നോക്കലുള്ളൂ. അപ്പോൾ എനിക്കിനി ശ്രീജുവിനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സിനിമയും തിരക്കൊക്കെ ആയി നടക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ കമ്പനി നല്ലൊരു ലാഭത്തിൽ വരികയാണെങ്കിൽ ശ്രീജിത്തിന് കമ്പനിക്ക് തിരിച്ചു വരുമോ, അതോ ഞങ്ങളുടെ ഭാവി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്? വളരെ വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഉണ്ണിയേട്ടനാണ്. എൻ്റെ ഒരു ചേട്ടൻ തന്നെയാണ് ശരിക്കും. നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കൂടുതൽ അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യും. അച്ഛൻ മദ്രാസിലുണ്ടായിരുന്ന സമയത്തൊക്കെ ഇദ്ദേഹത്തെ നാട്ടിൽ വിളിച്ചത് ഞാനിപ്പോൾ പറയാൻ കുഴപ്പമില്ല, എല്ലാവർക്കും അറിയണം തന്നെയാണ്. മദ്രാസിലെ മോൻ എന്ന് വിളിക്കാറ്. പണ്ടൊരു സിനിമ വന്നിരുന്നു മദ്രാസിലെ മോൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മദ്രാസിലെ മോൻ കാരണം എൻ്റെ ശരിക്കും ചേട്ടനെ പോലെ ചേട്ടനാണ്. അപ്പോൾ എൻ്റെ ശരിക്കുള്ള ചേട്ടൻ എന്ന് പറയുന്നത് രഞ്ജിത്ത് ബോട്ട്സ്വാനയിലാണ്, കുടുംബത്തോടു കൂടി ബോട്ട്സ്വാനയിലാണ്. ഇത് മറ്റൊരു ചേട്ടൻ, നാട്ടിലുള്ള ചേട്ടൻ. അപ്പോൾ ഞങ്ങൾക്കൊരു ഫാക്ടറി ഉണ്ട്, റബ്ബർ ബേസ്ഡ് ഫാക്ടറിയാണ്, ട്രെഡ് റബ്ബർ. പിന്നെ കുറച്ച് ടയറൊക്കെ ഉണ്ടാക്കിയിരുന്നു, ട്യൂബ്സ് ഉണ്ടാക്കിയിരുന്നു, സൺടെക്സ് എന്നുള്ള ബ്രാൻഡ് നെയിമിൽ. ഇപ്പോൾ ടെക്സൺ എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിമിൽ ട്രെഡ് റബ്ബർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇവരാണ് ഇപ്പോൾ നോക്കി നടത്തുന്നത്. അതാണ് ഈ പറഞ്ഞ എൻ്റെ സാരം എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് തിരക്കായപ്പോൾ 100% ബിസിനസ് കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം വന്നു. പണ്ട് എൻ്റെ അച്ഛൻ നല്ല തിരക്കായിരുന്ന സമയത്ത് അമ്മയാണ് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അമ്മ ഡോക്ടറായിരുന്നു, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കമ്പനി കാര്യങ്ങൾ നോക്കിയിരുന്നു. ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഈ പറഞ്ഞ മാതിരി ഈ രണ്ട് പിള്ളേരെ നോക്കുക എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം കൂടുതൽ ജോലി ആയതുകൊണ്ട് ആ ഒരു സെക്ഷൻ ഞാൻ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടില്ല. പിന്നെ ബിസിനസ് വീട്ടിലെത്തിയാലും ബിസിനസ് സംസാരിക്കേണ്ട ഒരു അവസ്ഥ എനിക്കും സത്യത്തിൽ താല്പര്യമില്ല. അപ്പോൾ ഇവരാണത് നോക്കുന്നത്. അപ്പോൾ എൻ്റെ കുടുംബക്കാരൻ തന്നെയാണ്. അപ്പം നല്ലോണം ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ അവരെന്നെ നടത്തിക്കോട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. അവരുടെ ഭാവിയെ പറ്റിയോ യാതൊരു പേടിയും വേണ്ട. നല്ലോണം ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ലാഭം മുഴുവൻ അവരെടുത്താലും സന്തോഷമേ ഉള്ളൂ. കാരണം എൻ്റെ സ്വന്തക്കാരാണ് ഇവരൊക്കെ. ഇവർക്ക് ആ കമ്പനി ഞാൻ പറഞ്ഞില്ലേ, ഈ നേരത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഞാനില്ലാത്ത സമയത്തൊക്കെ അവർക്കത് ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ എന്തുണ്ടെങ്കിൽ തന്നെയും അവർക്ക് ടെക്സൺ എന്നുള്ള ബ്രാൻഡ് നെയിമിനോട് എൻ്റെ TG രവി എന്ന് പറഞ്ഞ രവിയേട്ടൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയോടുള്ളൊരു സ്നേഹം കൊണ്ടാണ് ഇവരൊക്കെ വന്ന് പറഞ്ഞ് ശ്രീജു നിർത്തണ്ട. ഞാൻ പറഞ്ഞു എനിക്കത് കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല, ഞാൻ ഇതിൻ്റെ കൂടെ പിന്നെ നടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ, കാരണം ഈ തിരക്കും ആ തിരക്കും കൂടി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ശ്രീജു നിർത്തണ്ട, ഞങ്ങൾ നടത്തിക്കോളാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ ആൾക്കാരാണ്. കാരണം ടെക്സൺ നിർത്തുന്നതിനെ പറ്റിയിട്ട് അവർക്ക് ആർക്കും ചിന്തിക്കാൻ വയ്യ.
അപ്പോൾ അത്രയും സ്നേഹത്തോടെ ഒരുപക്ഷെ എന്നെക്കാൾ കൂടുതൽ സ്നേഹമാണ് അവർക്ക് ടെക്സ് എന്നുള്ള സ്ഥാപനത്തിനോട്. അവരുടെ മനസ്സിൽ മണിയല്ല, അവർ പ്രോഫിറ്റ് വന്നാൽ വരുമ്പോൾ ചോദിച്ചാൽ എന്നോടാ. അപ്പോൾ ഉണ്ണിച്ചേട്ട വിഷമിക്കണ്ട, ടെക്സൺ എന്താണെങ്കിലും നിർത്തത്തില്ല. പക്ഷേ ശ്രീജിത്ത് ചേട്ടൻ തിരിച്ചങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചാൽ അത് എനിക്ക് തോന്നുന്നില്ല നടക്കുന്നത്. കാരണം നിങ്ങൾ നടത്തിക്കോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, വളരെ വളരെ പേഴ്സണലായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയോ? ലാസ്റ്റ് ഈ റബ്ബർ വിലയിലെ വ്യതിയാനങ്ങളൊക്കെ ജീവിതത്തെ ബാധിക്കാറുണ്ട് അല്ല? അതങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ടല്ലോ. ഇതിനെന്താ പറയാ, ഈ റബ്ബർ എന്ന് പറഞ്ഞാൽ എന്നാ പറയാമോ? ഓക്കെ, അപ്പൊ ശ്രീജിത്ത് ഏട്ടൻ ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലായി കാണും. ഞങ്ങൾ പറഞ്ഞു വിടാനുള്ള ഒരു പദ്ധതിയിലാണ്. പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ വന്നതിലെ സന്തോഷം അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ശ്രീജിത്ത് ഏട്ടന് ഒരു ചെറിയ ഗിഫ്റ്റ്, വളരെ ചെറുത്, ഒത്തിരി പ്രതീക്ഷിക്കരുത് കേട്ടോ. ഇല്ല ഒരിക്കലും. Get set chat. Get set chat. ഇതിനകത്ത് എന്താണ് എന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. പക്ഷേ ഇത് എന്തുകൊണ്ട് നല്ല കനമില്ലേ? എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശ്രീജിത്തേട്ടൻ്റെ ഒത്തിരി നല്ല പ്രൊജക്ട്സ് ഇനിയും വരട്ടെ, ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ, അതിനെല്ലാം ഇങ്ങനെ തിളങ്ങി വിളയാടട്ടെ എന്നൊക്കെ ഞങ്ങൾ വിഷ് ചെയ്യാണ് ഗെറ്റ് സെറ്റ് ചാറ്റിന്റെ സൈഡിൽ നിന്ന്. അയ്യോ, ഇപ്പൊ ലേറ്റസ്റ്റ് ചെയ്താ വരാൻ പോകുന്ന സിനിമ? ലേറ്റസ്റ്റ് ആയിട്ട് അവസാനം വന്നത് സെക്കൻഡ് ക്ലാസ് യാത്ര, പിന്നെ സ്വർഗത്തെക്കാൾ സുന്ദരം, കാന്താരി. ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നത് അടൂരും തോപ്പനും അല്ലാത്തൊരു ബാസി, ഇന്ദ്രജിത്തിന്റെ സിനിമ. ഓലപ്പിപ്പി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു 70 വയസ്സുകാരനൊക്കെ ആയിട്ട് അഭിനയിക്കുന്നുണ്ട്. 2 ഏജുണ്ട്, അപ്പോൾ അതും ചെയ്യുന്നുണ്ട്. പിന്നെ തമിഴില് 1000 എന്ന് പറഞ്ഞൊരു സിനിമ, ശരണിന്റെ സിനിമ ചെയ്യുന്നുണ്ട്. തമിഴ് വഴി അങ്ങ് പോകരുത് കേട്ടോ, ഞങ്ങൾക്ക് ഇവിടെ വേണം. അത് വല്ലപ്പോഴും ചെയ്യുന്നുള്ളൂ, കൊല്ലത്തിൽ ഒരെണ്ണമൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പൊ ശ്രീജിത്തേട്ടന് ഇനി ഒത്തിരി കഥാപാത്രങ്ങളിൽ, കഥകളിൽ, സിനിമകളിൽ കാണാനുള്ള ഒരു ഭാഗ്യം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ടു ഓൾ ദാറ്റ്. പിന്നെ പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം കൂടെ ചെയ്യണം കേട്ടോ. ഇത് ശ്രീജിത്തേട്ടനിലെ മസിൽമാനെ നമ്മൾ പരീക്ഷിക്കുകയാണ്. ഇത് പൊട്ടിക്കണം, ഇത് തിരിച്ചാ ഇങ്ങനെ പൊട്ടിക്കണം. ഇത് നമ്മുടെ എപ്പിസോഡ് തകർത്തതിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. Get set chat. Get set chat. Get set chat. Get set chat. Yeah. Get set chat.